MLA എന്ന നിലയിൽ ശ്രീ VD സതീശൻ 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കുകയാണ്. അപ്പോൾ ഈ 1/4 നൂറ്റാണ്ടിനിടയിൽ ഈ കഴിഞ്ഞ അവസാനത്തെ 4.5 വർഷമാണ് അദ്ദേഹം ഒരു അധികാര സ്ഥാനത്തിരിക്കുന്നത്. MLAക്ക് അധികാരമുണ്ട്, ഞാൻ മറ്റൊരർത്ഥത്തിൽ പറയാം. ഈ 4.5 വർഷമായിട്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്വരം കേരളം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അസംബ്ലിയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ ഗംഭീരമാണ്. കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഒരു കാര്യമായൊരു ഊർജം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുമുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ വരുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ചോദ്യം അതുമായി ബന്ധപ്പെട്ട് തന്നെ ആകട്ടെ. കഴിഞ്ഞ തവണ 1199 തദ്ദേശ സ്ഥാപനങ്ങളിൽ 425 എണ്ണത്തിലാണ് UDFന് ഭരണം കിട്ടിയത്. ഇത്തവണ അത് എന്താവുമെന്നാണ് പ്രതീക്ഷ? 65% മീതെ പോകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെയാണ് ഞങ്ങൾ അസസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും 60-ൽ താഴെ പോവില്ല, 60% താഴെ പോവില്ല, 65% മീതെ പോകുമെന്നാണ് ഞങ്ങൾ എന്നുവെച്ചാൽ ശതമാനക്കണക്കിൽ എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ 35%, അത് 65 ആയി വർദ്ധിക്കുമെന്നാണ് പറഞ്ഞ ആ സമയം. ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഈ LDF തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവരൊരു വെൽ ഓയിൽഡ് മെഷീനാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കുറേ പാർട്ടിയുടെ പേരിൽ, കുറേ ഗവൺമെൻറ്റിൻ്റെ പേരിൽ, കുറേ കാര്യങ്ങളിൽ ഇത് ഗവൺമെൻറ്റാണോ പാർട്ടിയാണോ എന്ന് അറിയാത്ത രീതിയിൽ, അങ്ങനെ പല രീതിയിൽ അവർ ഒരു വലിയ ഒരു പോരാട്ട മുഖം തുറന്നതായിട്ട് നമുക്ക് തോന്നും. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചിട്ടല്ല, മറിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അതേക്കുറിച്ച് പൊതുവെ നല്ല ധാരണ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കുണ്ടാവും. അപ്പോഴും ശ്രീ സതീശൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഞങ്ങൾ അസംബ്ലിയിൽ 100-ലേറെ സീറ്റിൽ വിൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഈ 100-ലേറെ എന്നുള്ളതിൻ്റെ ആ പ്രതീക്ഷയുടെ അടിസ്ഥാനം എന്താണ് ശരിക്കും? ഞാൻ വളരെ ചെറുപ്പത്തിലെ മുതലേ ഈ എല്ലാ അസംബ്ലികളിലും നടക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അനലൈസ് ചെയ്യുന്ന ഒരാളാണ്. കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ മിക്കവാറും ഏത് നിയോജകമണ്ഡലത്തിൽ ആൾ എത്ര വോട്ടിന് ജയിച്ചു, 2001 എത്ര വോട്ടിനാണ് ജയിച്ചത്, 96 എത്രയാണ്, 91 എത്രയാണ് എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് എളുപ്പത്തിൽ മറുപടി പറയാൻ പറ്റും. ഞാൻ ഈ തിരഞ്ഞെടുപ്പ് അനാലിസിസ് എനിക്കൊരു കൗതുകമുള്ള ഒരു കാര്യം കൂടിയാണ്. ഇലക്ഷൻ എൻജിനീയറിങ് ഞാൻ വളരെ പാഷനേറ്റായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഒരു മത്സരിച്ച് ജയിക്കുന്നതിനേക്കാൾ രസകരമായി അതിനെ വളരെ താല്പര്യത്തോടു കൂടി അതിൻ്റെ മുന്നൊരുക്കം, അതിൻ്റെ തയ്യാറെടുപ്പുകൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വന്നതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായ വിജയത്തിനൊക്കെ ഞങ്ങളൊരു ടീമായി നിന്ന് വർക്ക് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ വളരെ മുന്നൊരുക്കത്തോടു കൂടി ഞങ്ങൾ പോയി. ഇപ്പോൾ ഈ 100-ലധികം സീറ്റും നല്ല ഭൂരിപക്ഷത്തോടു കൂടി UDF ജയിക്കുമെന്നുള്ള എൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു അടിത്തറ അത് ഞങ്ങളെക്കാൾ നന്നായി അറിയാവുന്നത് അപ്പുറത്ത് നിൽക്കുന്നവർക്കാണ്, ഭരണകക്ഷിക്കാണ്. അവർക്ക് അതിൻ്റെ അകത്തൊരു വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട്. ആ വിഭ്രാന്തി, ഒരു ഭയത്തിൽ നിന്നും ഒരു വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട്. ആ വിഭ്രാന്തിയിൽ നിന്ന് ഉടലെടുത്ത ചില പ്രോജക്റ്റുകളാണ് ഈ ഒരിക്കലും അവർക്ക് യോജിക്കാൻ പറ്റാത്ത പല പരിപാടികൾ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ തന്നെ വളരെ വിചിത്രമായി തോന്നി ആഗോള അയ്യപ്പ സംഗമം. 9.5 കൊല്ലം ഭരിച്ചിട്ട് അടുത്ത വർഷത്തെ 10ാമത്തെ കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു അയ്യപ്പ ഭക്തി, അത് എവിടെയാണിപ്പോൾ പോയി എത്തി നിൽക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. ആ അയ്യപ്പ ഭക്തി ഏത് മലമുകളിലാണിപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം അതിൽ ഡിഫൻസീവിലായി. പിന്നെ പെട്ടെന്ന് 2021 ഇലക്ഷൻ തൊട്ട് മുമ്പ് 1600 രൂപയുടെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഞങ്ങൾ 2500 രൂപയാക്കും. നല്ല പ്രഖ്യാപനമാണ്, ഞാൻ അന്നും പറഞ്ഞു. അതുകൊണ്ട് ഒരുപാട് പാവങ്ങൾ വോട്ട് ചെയ്ത് 900 രൂപ പെട്ടെന്ന് പെൻഷൻ കൂട്ടുമല്ലേ. പക്ഷെ ജയിച്ചു വന്നിട്ട് 4.5 കൊല്ലം ഒരു ചില്ലി കാശ് കൂട്ടിയില്ല, ഒരു ചില്ലി കാശ്. അപ്പോൾ ആളുകളെ പറഞ്ഞു പറ്റിക്കുകയല്ലേ ഇത്. 900 രൂപ കൂട്ടി തരാമെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതെ 4.5 കൊല്ലം ഇരുന്ന്. എന്നിട്ട് ഇപ്പം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണതിൻ്റെ തലയാഴ്ച 400 രൂപ കൂട്ടി. അതുപോലെ റബ്ബർ കൃഷിക്കാരെ പറ്റിച്ച് 250 രൂപ ആക്കും എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു, ആക്കിയില്ല. അപ്പം ഇതെല്ലാം ഈ കേരളത്തിലെ ജനങ്ങൾ ഭയങ്കര പൊളിറ്റിക്കലാണ്. അവരിതെല്ലാം അസസ് ചെയ്യുന്ന ആളുകളാണ്. അവരെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്.
ഇപ്പം ഇവരുടെ ധാരണ ഇതിപ്പോൾ 400 രൂപ കൂട്ടിയപ്പോൾ എല്ലാവരും കൂടി അങ്ങ് വോട്ട് ചെയ്യുമെന്നാണ്. പക്ഷെ അവരുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലയാഴ്ച കൂട്ടിയതെന്നും എന്തുകൊണ്ടാണ് 4.5 കൊല്ലം കൂട്ടാതിരുന്നതെന്നും അറിയാം. വോട്ട് ചെയ്യാൻ പോകുമ്പോഴേ അവർ ചെയ്യുള്ളൂ, അവർ റിയാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ പല ഈ കേരളം ഭരിച്ച ഞങ്ങളുടെ ഗവൺമെൻറ്റുകളെ ഉൾപ്പെടെ എല്ലാവരെയും ഒരു എതിർപ്പൊക്കെ ജനങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവും, അത് സ്വാഭാവികം. പക്ഷെ വെറുപ്പുണ്ടാകാറില്ല സാധാരണ. എൻ്റെ ഓർമ്മയിൽ കേരളം ഭരിച്ചൊരു ഗവൺമെൻറ്റിനോട് ജനങ്ങൾക്ക് വെറുപ്പുണ്ടായി തുടങ്ങിയത് ഇപ്പോഴാണ്. എന്ത് PR സ്റ്റണ്ട് നടത്തിയാലും കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയമായ അറിവിനെക്കുറിച്ചും ബോധ്യങ്ങളെക്കുറിച്ചും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അതാണ് ഈ 100-ലധികം സീറ്റുമായി തിരിച്ചു വരും എന്നുള്ള എൻ്റെ വിജയപ്രതീക്ഷയുടെ കാതൽ. ഞങ്ങൾ നടത്തുന്ന മുന്നൊരുക്കവും ക്ലാരിറ്റിക്ക് വേണ്ടി പറയാം. അതായത് ഇപ്പം 42 സീറ്റുണ്ട്. 100-ലേറെ എന്ന് പറയുമ്പോൾ 68 സീറ്റ് കൂടിയാലാണ് 100 സീറ്റാകുക. ഒന്നത്. രണ്ട്, ഇപ്പം ശരി പത്തനംതിട്ടയിൽ ഒരു സീറ്റ് പോലും ഇല്ല. തിരുവനന്തപുരത്ത് 1, ആലപ്പുഴ 1, തൃശ്ശൂർ 1, ഒരു ജില്ലയും കൂടെ ഒരു സീറ്റുള്ള, അങ്ങനെ 4 ജില്ലകളിൽ ഓരോ സീറ്റും, പിന്നെ ഒരു ജില്ലയിൽ സീറ്റേ ഇല്ല. ഇതാണ് UDFൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. ഇതിൽ നിന്നാണ് ഈ ഒരു വലിയ ആത്മവിശ്വാസത്തോടു കൂടി പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. വേറൊന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പല പ്രായക്കാരുണ്ട്. ഇതിൽ നമ്മളെ ജെൻസി വിഭാഗത്തിൽപ്പെടുന്ന പല ആളുകളുടെയും മുഖം അവർ വളരെ ആകാംക്ഷയോടുകൂടി നോക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. കേരളത്തിൻ്റെ ശരിക്കും കടബാധ്യത ഈ ഗവൺമെൻറ്റിൻ്റെ എന്ന് ഞാൻ പറയില്ല, കേരളത്തിൻ്റെ ഒരു മൊത്തം കടബാധ്യത ഏതാണ്ട് 5 ലക്ഷം കോടി രൂപയായിട്ട് എത്തി നിൽക്കുകയാണ്. 1915-16 കാലത്ത് ഇത് ഏതാണ്ട് 2015-16 ഇത് 1.62 ക്രോസ് ആയിരുന്നു. ഓരോ 5 വർഷം കൂടുമ്പോഴും കേരളത്തിൻ്റെ കടബാധ്യത ഇരട്ടിച്ചിരട്ടിച്ച് വരികയാണ്. ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു വീഴ്ചയായിട്ട് മാത്രം കാണാൻ പറ്റില്ല. അതിനു മുമ്പ് ഭരിച്ച LDF ഗവൺമെൻറ്റിനും ഈ കടം പേറുന്ന കേരളത്തിൻ്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ചെറുപ്പക്കാർ ഇവിടെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന അവരുടെ ഭാഗത്തുനിന്ന് ചോദിക്കുകയാണ്, എന്തൊരു ക്രെഡിബിൾ ആൾട്ടർനേറ്റീവാണ് UDFന് സജസ്റ്റ് ചെയ്യാനുള്ളത്? എന്ത് മാജിക്കാണ് നിങ്ങൾ ഈ 2026 കൊണ്ടുവരാൻ പോകുന്നത്? എങ്ങനെ കേരളത്തെ രക്ഷപ്പെടുത്തും? മനോഹരമായൊരു ചോദ്യമാണ്. അതിന് മുമ്പ് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ച ഓരോ ജില്ലയിലെയും സീറ്റിൻ്റെ എണ്ണമൊക്കെ പറഞ്ഞു. എൻ്റെ 100 സീറ്റിൻ്റെ സാധ്യതയിലുള്ളൊരു കാര്യം, ഈ 2021 മത്സരിച്ച UDF അല്ല 2026 മത്സരിക്കുന്നത്. UDF എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോൺഫെഡറേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ല, കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സഖ്യം മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്ത് ഒരുപാട് സാമൂഹ്യ ഘടകങ്ങളുള്ള ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഞാൻ അത്രേ പറയുള്ളൂ. 2016-ലും 2021-ലും ഞങ്ങളുടെ കൂടെ ഇല്ലാതിരുന്ന ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട്. പത്തനംതിട്ടയിൽ 1 സീറ്റും ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ 5 സീറ്റും ജയിക്കും. ഇടുക്കിയിൽ 1 എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ 5 സീറ്റും ജയിക്കും. അത്രമാത്രം ഞാൻ പറയുന്നുള്ളൂ. മറ്റേ ചോദ്യമാണ് രസകരമായ ചോദ്യം. കാരണം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അങ്ങനെ എപ്പോഴും വീക്കാകാറൊന്നുമില്ല. ഏറ്റവും മോശമായത് 96-2001 ഘട്ടത്തിലാണ്. പിന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഏറ്റവും വൾണറബിളായിട്ടുള്ളത് ഇപ്പോഴാണ്. ഈ ഒരു സീസണിലാണ് ഏറ്റവും മോശം. 300% കടബാധ്യതയാണ് കൂടിയിരിക്കുന്നത്. അതായത് അടുത്ത വർഷം ഗവൺമെൻറ് ഇറങ്ങുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ ബാധ്യത ജനങ്ങളുടെ തലയിൽ വരും. കടമെടുക്കുന്നതിന് ഞാനെതിരല്ല, കടം എടുക്കേണ്ടി വരും. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും കടം എടുക്കേണ്ടി വരും. എടുക്കുന്ന കടം അത് എന്തിനു വേണ്ടി ചിലവാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. എപ്പോഴും എടുക്കുന്ന കടം നമുക്കൊരു ക്വാളിറ്റി എക്സ്പെൻഡിച്ചർ വേണം. ഒരു 50%-ൽ കൂടുതൽ ചിലവാക്കേണ്ടത് അസറ്റ് ക്രിയേഷന് വേണ്ടിയിട്ടും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനും വേണ്ടിയിട്ടാണ്. കാരണം അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഈ ബാക്കിയുള്ള 50% കടവും കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ 25 ലക്ഷം രൂപ കടം മേടിച്ചു എന്ന് പറയുമ്പോൾ 25 ലക്ഷം രൂപ കടം എടുത്തു കഴിഞ്ഞാൽ ഓരോ മാസവും എത്ര രൂപ നമുക്ക് തിരിച്ചടക്കേണ്ടി വരും എന്ന് നമ്മൾ കണക്ക് കൂട്ടണ്ടേ? ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ എടുക്കുന്ന കടത്തിൻ്റെ 5%-ൽ താഴെയാണ് ക്വാളിറ്റി എക്സ്പെൻഡിച്ചർ. ബാക്കി കാര്യം നേരത്തെ കടം തീർക്കാൻ, പിന്നെ അതിൻ്റെ പലിശ കൊടുക്കാൻ വേണ്ടിയിട്ട്, പലിശയുടെ മീതെ പലിശ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെയുള്ള സംവിധാനങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ 1.5% പലിശയ്ക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പൈസ കിട്ടും.
ഇപ്പം മെട്രോയ്ക്ക് വേണ്ടി ജർമ്മൻ കമ്പനിയിൽ നിന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 1.5%-നാണ് കടമെടുത്തത്. നമുക്ക് മാനേജബിളാണ്, പ്രിൻസിപ്പൽ എമൗണ്ടേ മേജറായിട്ട് വരുള്ളൂ. ലോങ് ടൈം ഇതാണ്, ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിൽ അത് കിട്ടും. പക്ഷേ കിഫ്ബിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ഗവൺമെൻറ് ലണ്ടനിൽ പോയി കടമെടുത്തത് 9.5%, 9.72%-നാണ് ഇൻട്രസ്റ്റ്. അപ്പോൾ അതൊക്കെ കടമെടുക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഇനി ഈ വലിയ കടബാധ്യത എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡെറ്റ് ലയബിലിറ്റിയാണ്, ഞാനത് എഗ്രി ചെയ്യുന്നു. പക്ഷെ എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ഓൾട്ടർനേറ്റീവാണ്. യഥാർത്ഥത്തിൽ ഒരു പ്രൈം ഡ്യൂട്ടി ഓഫ് എ സ്റ്റേറ്റ് ഈസ് ടു കളക്ട് ടാക്സ്. രാജഭരണകാലത്താണെങ്കിലും ജനാധിപത്യ ഭരണകാലത്താണെങ്കിലും ഒരു സർക്കാരിൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ എല്ലാവരെയും ക്രൂശിച്ച് നികുതി പിരിക്കുക എന്നല്ല, നികുതി പിരിവ് വേണം. നികുതി പിരിവ് എന്ന് പറയുന്ന പണ്ട് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു തുമ്പി ഒരു പുഷ്പത്തിൽ നിന്ന് തേൻ നുകരുന്നത് പോലെ ആയിരിക്കണം. അതായത് പൂ പോലും അറിയരുത് എന്നാണ് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിലെ മനോഹരമായൊരു പ്രയോഗമാണ്. ഏറ്റവും വലിയ ആളായിരുന്നല്ലോ അദ്ദേഹം, ഭരണകർത്താക്കളുടെ ഉപദേഷ്ടാവായിരുന്നു. ജനങ്ങളെ പീഡിപ്പിക്കാതെ നോയിക്കാതെ നമ്മൾ ടാക്സ് കളക്ട് ചെയ്യണം. ടാക്സിൻ്റെ എമൗണ്ട് കൂട്ടുകയല്ല വേണ്ടത്, ടാക്സിൻ്റെ നെറ്റ്വർക്ക് കൂട്ടുകയാണ് വേണ്ടത്. 1000 പേര് ടാക്സ് കൊടുക്കുന്നൊരു സ്ഥലത്ത് നമ്മൾ ബുദ്ധിപൂർവ്വം ഇടപെട്ടാൽ ആ ടാക്സ് കൊടുക്കുന്നവരുടെ എണ്ണം 10,000 ആക്കാം. കാരണം ഒരുപാട് പേര് ടാക്സ് കൊടുക്കാതെ മാറി നിൽക്കുകയാണ്. ആ നെറ്റ്വർക്ക് അപ്പോൾ റീസണബിൾ ടാക്സ് ആയിരിക്കണം. ഇപ്പോഴുള്ള പ്രശ്നം എന്താ? ഇപ്പോഴുള്ള മെയിൻ പരാജയം, ഞാൻ കഴിഞ്ഞ 30 വർഷക്കാലത്തെ കേരളത്തിലെ ഇക്കോണമിയെക്കുറിച്ച് ഒരു വിദ്യാർത്ഥിയെ പോലെ കീനായി വാച്ച് ചെയ്യിക്കുന്ന ആളാണ്. ഇപ്പോൾ നമ്മുടെ വാറ്റിൽ നിന്ന് GST-യിലേക്ക് മാറി. വാറ്റ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് പോയിന്റിൽ ടാക്സ് മേടിച്ചിരുന്ന, ഈ GST എന്ന് പറയുന്നത് നമ്മുടെ കൺസ്യൂമർ പോയിന്റിലാണ് ടാക്സ് മേടിച്ചിരുന്നത്. കേരള വുഡ് ഹാവ് ബീൻ ദ നമ്പർ 1 ബെനിഫിഷ്യറി ഇൻ ഇന്ത്യ. കാരണം എന്താ? GST-യിൽ കേരളത്തിൻ്റെ അത്രയും വലിയൊരു കൺസ്യൂമർ സ്റ്റേറ്റ് വേറെയില്ല. ഏറ്റവും കൂടുതൽ 80% പ്രോഡക്റ്റ് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പം നമ്മുടെ ടാക്സ് റേറ്റ് ഒരു 30% വെച്ച് എല്ലാ വർഷവും വർദ്ധിക്കണമായിരുന്നു. പക്ഷേ മാനുഫാക്ചറിങ് സ്റ്റേറ്റിനേക്കാൾ മോശമാണ്. എന്തുകൊണ്ടാണ്? ടാക്സ് അഡ്മിനിസ്ട്രേഷൻ മോശമാണ്. ഞാൻ നിയമസഭയിൽ കഴിഞ്ഞ 5 കൊല്ലമായി നിരന്തരമായി ആവശ്യപ്പെടുന്നത് വാറ്റ് നിലനിന്നിരുന്ന കാലത്തെ ടാക്സ് അഡ്മിനിസ്ട്രേഷനാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും 90% സ്റ്റേറ്റുകൾ അത് റീസ്ട്രക്ചർ ചെയ്താൽ, ഒറ്റ ഉദാഹരണം പറഞ്ഞ് പെട്ടെന്ന് എളുപ്പത്തിൽ പറയാം, നമ്മൾ ടെക്നിക്കലായിട്ട് പറയുന്നതിനേക്കാൾ എളുപ്പമാണ്. ഗോൾഡിന് 4000 രൂപയായിരുന്നു 2000 കാലഘട്ടത്തിൽ ഒരു പവന് ഗോൾഡ്. അന്ന് നമുക്ക് കിട്ടിയിരുന്ന നികുതി എന്ന് പറഞ്ഞാൽ 500 കോടിയാണ്. ഇപ്പം എത്രയാണ്? ഇപ്പം ഏകദേശം 90,000 രൂപയായി. ഏകദേശം 18 ഇരട്ടി വർദ്ധിച്ചു. ഗോൾഡിൻ്റെ കൺസംഷൻ കൂടി. ഞാൻ വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്ക് നോക്കി. കൺസംഷൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൺസംഷൻ ഉള്ള സ്ഥലം കേരളമാണ് ഗോൾഡിൻ്റെ. അപ്പോൾ 18 ഇരട്ടിയായിട്ട് വർദ്ധിക്കണമായിരുന്നു. 18 ഇരട്ടി എന്ന് വെച്ചാൽ ഏകദേശം ഒരു 10,000 കോടി രൂപയായിട്ട് വർദ്ധിക്കണമായിരുന്നു കേരളത്തിലെ ഗോൾഡിൽ നിന്നുള്ള ടാക്സ്. ഇപ്പം എത്ര കിട്ടുന്നതെന്നറിയോ? പഴയ 500 കോടിയാണ്. അതെങ്ങനെ? അപ്പോൾ എന്തൊരു ലീക്കേജാണ് സ്വർണത്തിൽ നിന്ന് മാത്രം. ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ മേരി ജോർജൊക്കെ പറയുന്നത് ശരിക്കും നോക്കിയാൽ 15,000 കോടി വരെ ഒരു വർഷം സ്വർണത്തിൽ നിന്ന് കിട്ടുമെന്നാണ്. ഇപ്പോൾ 10,000 കോടിയും 15,000 കോടിയും കിട്ടേണ്ട സ്ഥലത്ത് 500 കോടി ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുക. അത്രയും ലീക്കേജാണ്. ഇപ്പോൾ ബാറുകളുടെ എണ്ണം കൂടി, പക്ഷെ ബാറുകളിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു. അതിനൊരു കാരണമുണ്ട്, ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല. ഈ പെഗ് വൈസ് ബാറിൽ കൊടുക്കുന്നതിൻ്റെ ഒരു കണക്ക് നമ്മൾ അത്രയും മൈക്രോ ലെവലിൽ നമ്മൾ ടാക്സിൻ്റെ കാര്യം നോക്കണം. നമ്മുടെ ലീക്കേജ് മാത്രം ഫില്ല് ചെയ്താൽ നമ്മുടെ ഖജനാവ് കുറേ നിറയും. ഒരു ഇടപെട്ടോട്ടെ. അതായത് ഇത് വളരെ തിയറിറ്റിക്കലി ശരിയാണ്, നമ്മൾ ടാക്സ് കളക്ഷൻ നന്നാക്കണം എന്നുള്ള പറയാം. ഞാൻ പ്രായോഗികമായിട്ട് UDF ഒരു സമ്മർദ്ദം ചെലുത്തി ടാക്സ് പിരിക്കുന്ന, കർക്കശമായി ടാക്സ് പിരിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറുമോ? കാരണം എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഭരണത്തിൽ വരുമ്പോൾ ഒരു ചില കാര്യങ്ങളിലൊക്കെ ഒരു അഴകുഴമ്പൻ നയം സ്വീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പം ഇത് ഒരു പക്ഷേ ശ്രീ സതീശൻ്റെ മനസ്സിലെ ഒരു സ്വപ്നം തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ടാവും, ശരിയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇത് പ്രാക്ടിക്കലി നടക്കുമോ? നമ്മൾ സ്വർണ്ണ വ്യാപാരിയെ പിഴിയാൻ തയ്യാറാവോ? നമ്മൾ അബ്കാരിയെ പിഴിയാൻ തയ്യാറാവോ? സത്യത്തിൽ അത് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ പലരുടെയും മനസ്സിലൊരു ചോദ്യം ഞാൻ ഇവിടെ ഉന്നയിച്ചതാണ്. അതിനൊറ്റ മറുപടിയുള്ളൂ. കേരളത്തിൽ ഒരു പ്രതിപക്ഷവും ഇത്തരം ലീക്കേജിനെ കുറിച്ച് ഒരു കാലത്ത് സംസാരിച്ചിട്ടില്ല.
ഈ പ്രതിപക്ഷം അതിനുള്ള ധൈര്യം കാട്ടിയിട്ടുണ്ട്. അത് പറയാനുള്ള ധൈര്യം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കാട്ടിയിട്ടുണ്ടെങ്കിൽ ഭരണപക്ഷത്തിരിക്കുമ്പോൾ അത് നടപ്പാക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ കിഫ്ബിയെ കുറിച്ച് പറഞ്ഞു. കിഫ്ബി അതുകൂടെ പെട്ടെന്ന് പറയാം. കിഫ്ബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് 37,200 മറ്റ് കോടി രൂപയുടെ വർക്ക് ഓൾറെഡി പൂർത്തിയാക്കിയ ഒരു സ്ഥാപനമാണ് കിഫ്ബി. എല്ലാ വഴിയും കേൾക്കുന്ന പാവപ്പെട്ട കിഫ്ബി. അതൊരിപ്പം ഏതാണ്ട് 27,200 കോടി രൂപയുടെ പ്രോജക്ട്സ് കിഫ്ബിയുടെ ഈ കേരളത്തിൽ പല ഭാഗത്തായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ഇവിടെ വന്ന പല ആളുകളുടെയും മേഖലയിൽ കിഫ്ബിയുടെ ജോലികൾ നടക്കുന്നുണ്ട്. ഈ കിഫ്ബിയെ സംബന്ധിച്ച് ഏത് തരത്തിലാണ് ആ കിഫ്ബി നമുക്കൊരു ശല്യമായിട്ടാണ് UDF അതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷേ എങ്ങനെ ഈ കിഫ്ബിയുടെ ബാധ്യത എന്ത് ചെയ്യും? നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ? ശരി, അല്ലാതെ എങ്ങനെ ബാധ്യത ഉണ്ടായെന്ന് ആദ്യം മനസ്സിലാക്കണം. ബജറ്റിൽ നമുക്ക് കടമെടുക്കാൻ പറ്റാവുന്നത് നമ്മുടെ FRBM ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ടുണ്ട്, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട്. കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന് കേരളത്തിൽ നടപ്പാക്കിയതാണ്. ടോട്ടൽ GSDPയുടെ നമ്മുടെ ഇക്കോണമിയുടെ ഒരു 3% നമ്മൾ കടമെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് നിയന്ത്രണമുണ്ട്. അതിൻ്റെ കൂടുതൽ കടമെടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റിനെ സമ്മതിക്കില്ല. സ്റ്റേറ്റ് ഫിനാൻസൊക്കെ മോശമായപ്പോൾ തോന്നിയ പോലെ പല സംസ്ഥാനത്തും ആയപ്പോൾ ഫിനാൻസ് കമ്മീഷൻ കൊണ്ടുവന്ന സംഭവം. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഐസക്കിൻ്റെ കാലത്ത് ഇത് മറികടക്കാൻ വേണ്ടിയിട്ട് ഈ ബജറ്റിന് പുറത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കി. എന്നിട്ട് ബജറ്റിന് പുറത്തുനിന്ന് കടം മേടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനാണ് അതിനെ ഏറ്റവും കൂടുതൽ ഒബ്ജക്റ്റ് ചെയ്ത അസംബ്ലിയിൽ. ഞാൻ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ അനുസരിച്ച് ഇതൊരിക്കലും ബജറ്റിന് പുറത്ത് പോവില്ല. ബജറ്റിന് പുറത്താണെങ്കിൽ ഈ 3% കടത്തെ ബാധിക്കില്ല. നമ്മൾ കടമെടുക്കുമ്പോൾ സ്റ്റേറ്റ് സോവറിൻ ഗ്യാരണ്ടി കൊടുക്കുകയാണ്. കേരള സ്റ്റേറ്റ് കൊടുക്കുകയാണ് ഗ്യാരണ്ടി. ഈ 37,000 കോടിക്കും ഗ്യാരണ്ടി കൊടുത്തേക്കുക. സ്റ്റേറ്റ് സോവറിൻ ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ അന്ന് പറഞ്ഞു കിഫ്ബിയുടെ പ്രോജക്റ്റിൽ ഒരു 50% ഇൻകം ജനറേറ്റിംഗ് ആയിരുന്നുവെങ്കിൽ കിഫ്ബി എന്ന് പറയുന്ന സ്ഥാപനത്തിന് തന്നെ ഈ എടുക്കുന്ന ലോൺ അടച്ചു പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ കിഫ്ബിയുടെ ഒരു 10% പോലും ഇൻകം ജനറേറ്റിംഗ് അല്ല. അപ്പോൾ ആരാണ് അവസാനം പണം അടയ്ക്കേണ്ടത്? സ്റ്റേറ്റ് തന്നെ പണം അടയ്ക്കണം, അല്ലേ? കാരണം സ്റ്റേറ്റിൻ്റെ സോവറിൻ ഗ്യാരണ്ടി നിൽക്കുക, സ്റ്റേറ്റിൻ്റെ സോവറിൻ ഗ്യാരണ്ടിയാണ്. സ്റ്റേറ്റ് തന്നെ പണം അടയ്ക്കേണ്ടി വരുമ്പോൾ ഇത് വീണ്ടും ബജറ്റിലേക്ക് തിരിച്ചു വരും. ഇപ്പം എന്താ ഞാനിത് പറഞ്ഞ് 2 പ്രാവശ്യത്തെ C&AG റിപ്പോർട്ടിൽ C&AG അത് തന്നെ ആവർത്തിച്ചു. ഇത് ബജറ്റിന് പുറത്തു പോവില്ല, അതുകൊണ്ട് നിങ്ങളുടെ 3% കടമെടുപ്പിൻ്റെ ഉള്ളിൽ ഇത് വരുമെന്നത്. ഇപ്പോൾ ഈ 3% കടമെടുപ്പിൻ്റെ ഉള്ളിൽ ഇത് വന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 വർഷം ഭയങ്കര പ്രഷർ സ്റ്റേറ്റ് ഇക്കോണമിക്ക് വേണ്ടി വന്ന് ഈ 37,500 കോടി കൂടി അഡീഷണലായിട്ട് അടയ്ക്കേണ്ടി വന്നു സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ ഇത് 5 വർഷം കൊണ്ട് അടച്ചു തീർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഒരു ഓപ്ഷനും ഇല്ല. കൂടുതൽ പദ്ധതികൾ സ്റ്റേറ്റ് കിഫ്ബിക്ക് കൊടുക്കാതെ അത് സ്റ്റേറ്റ് ബജറ്റിൽ തന്നെ ചെയ്യുക. സ്റ്റേറ്റിൻ്റെ ഒരു PWD ഉണ്ട്, സ്റ്റേറ്റിനൊരു വാട്ടർ അതോറിറ്റി ഉണ്ട്. അവർ ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യമാണ് കിഫ്ബി ചെയ്യുന്നത്? കുറേ റിട്ടയർ ചെയ്ത കുറേ ഉദ്യോഗസ്ഥന്മാരെ അവിടെ കൊണ്ടുവന്നിരുത്തി അവർക്ക് ഒരു ലാവണം ഉണ്ടാക്കി കൊടുത്തു എന്ന് അതിനുവേണ്ടി ഒരു വെള്ളാനയാക്കി അതിനെ മാറ്റി കുറേ പൈസ അതിനുവേണ്ടി ചിലവാക്കി എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും വേറെയില്ല. ഈ പൈസ നേരത്തെ ഉണ്ടായിരുന്ന ബജറ്റിലെ പൈസ ബജറ്റിൽ വെച്ചിരുന്നെങ്കിലും ഈ സ്കൂളും ഈ കെട്ടിടവും ഈ ആശുപത്രി കെട്ടിടവും പണിയായിരുന്നു. ഇത്രയേ ഉള്ളൂ. കേരളത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞു. ഇനി അടുത്ത ഒരു ചോദ്യം ആളുകളുടെ മനസ്സിലുണ്ടാകാവുന്നത്, ഇവിടെ ഏതാണ്ട് 22 ലക്ഷം പേര് മലയാളികൾ വിദേശത്താണ്. 2023 കേരള മൈഗ്രേഷൻ സർവേ അനുസരിച്ചിട്ട് ഏതാണ്ട് 2.5 ലക്ഷം 2.5 ലക്ഷം പേര് മലയാളി വിദ്യാർത്ഥികൾ പുറത്തേക്ക് പഠിക്കാൻ പോയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഈ വയോജനങ്ങളുടെ ഒരു അനുപാതം വളരെ വളരെ കൂടി വരികയാണ്. അതേസമയത്ത് 40 ലക്ഷത്തോളം അന്യ സംസ്ഥാന തൊഴിലാളികൾ നമുക്കിടയിൽ നമ്മുടെ സഹോദരങ്ങളായിട്ട് നമ്മുടെ ജോലികൾ ചെയ്തിവിടെ വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇതൊരു പ്രത്യേക രീതിയിലുള്ളൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പണ്ട് നമുക്ക് റെമിറ്റൻസസ് തുടർച്ചയായിട്ട് വർദ്ധിച്ചു വരികയായിരുന്നു വിദേശത്തുനിന്നുള്ളത്. ഇപ്പോൾ അത് ക്രമേണ കുറഞ്ഞു വരുന്നു. പുറത്തേക്ക് പോകുന്ന ആളുകൾ തിരിച്ചിവിടെ വന്ന് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, അവർ തിരിച്ച് നാട്ടിലേക്ക് വരണമെന്നില്ല. അവരുടെ വയോധികരായ മാതാപിതാക്കളും ഈ പറയുന്ന 40 ലക്ഷവും അത് വർദ്ധിച്ചു വരുന്ന ഈ അന്യസംസ്ഥാന തൊഴിലാളികളും, ഈ തൊഴിലാളികളാണെങ്കിൽ അവർക്ക് കിട്ടുന്ന വരുമാനത്തിലൊരു നല്ല പങ്കും വെച്ചാൽ അവരുടെ വരുമാനം ചെറുതായിരിക്കാം എങ്കിൽ പോലും അതിലൊരു വലിയ പങ്കും അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. ഒരുപക്ഷെ ബീഹാറിലേക്കോ ബംഗാളിലേക്കോ മറ്റിടത്തേക്ക് പോകുന്നു. നമ്മുടെ റെമിറ്റൻസ് കുറയുന്നു. ഇവിടെ നിന്നുള്ള വരുമാനം മറ്റു തരത്തിലേക്ക് മറ്റ് സ്റ്റേറ്റ്സിലേക്ക് പോകുന്നു.
ഒന്ന് ജെറിയാട്രിയുടെ പ്രശ്നമുണ്ട്, വരുമാനത്തിൻ്റെ പ്രശ്നമുണ്ട്, മൊത്തത്തിൽ ഇത് നമ്മുടെ കൾച്ചറലായ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതെല്ലാം കൂടെ പരിഗണിക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് UDF ഒരു ലോങ് ടേമിൽ എന്ത് പരിഹാരമാണ് നിർദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് വോട്ട് ചെയ്യണമെങ്കിൽ എന്താണ് ഈ കാര്യത്തിൽ ഒരു കൃത്യമായ ധാരണ ഞങ്ങൾക്ക് തരാനുള്ളതെന്നാണ് ഇവർക്ക് വേണ്ടി ചോദിച്ചത്. സത്യത്തിൽ സ്റ്റേറ്റ് ഇക്കോണമിയെ പറ്റി ആരും ചർച്ച ചെയ്യാത്ത ഏറ്റവും ഗൗരവതരമായ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു വിഷയമാണ് ശ്രീ ജോർജ് സാർ ഉന്നയിച്ച് ഞാൻ നന്ദി പറയുകയാണ് പ്രത്യേകിച്ച്. കാരണം കേരളത്തിൻ്റെ ഇക്കോണമിയുടെ ബാക്ക് ബോൺ എന്താണ്? ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന റെമിറ്റൻസാണ്. യൂറോപ്പിൽ നിന്ന് ഞാൻ പറയാത്ത എന്താ പറയുക, യൂറോപ്പിൽ നിന്ന് ആരും പൈസ അയക്കാറില്ല. യൂറോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്. അവിടെ ഒരു വീടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഡെറ്റാണ്. പിന്നെ അവരവിടെ ഒരുപാട് വെൽഫെയർ സ്കീംസും മറ്റതൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ തന്നെ കൂടും. അപ്പോൾ ഈ ഗൾഫിൽ നിന്ന് വരുന്ന ഈ റെമിറ്റൻസ് കുറഞ്ഞു വരികയാണ് കേരളത്തിൽ. വേറൊരു അപകടമുണ്ട്. ഒന്ന് ബ്രെയിൻ ഡ്രെയിനെ കുറിച്ച് സൂചിപ്പിച്ചു. കുട്ടികൾ മുഴുവൻ പുറത്തോട്ട് പോവാണ്. 35-40 ലക്ഷം രൂപ, 30 തൊട്ട് 40 തൊട്ട് 50 ലക്ഷം രൂപ വരെ വീട് പണയപ്പെടുത്തി ആ പൈസയായിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് വലിയൊരു എമൗണ്ട് പുറത്തേക്ക് സൈഫൺ ചെയ്ത് പോവാണ്. ഇത് റിവേഴ്സ് റെമിറ്റൻസ് ആണ്, റെമിറ്റൻസ് അല്ല. റെമിറ്റൻസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇനി രണ്ടാമത്തെ കാര്യം, 25 ലക്ഷം പേരാണ് പുറത്തുള്ള വേറെ ഗൾഫിലുള്ള ആളുകളെ പറഞ്ഞത്. 25 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയിൽ അതർ സ്റ്റേറ്റിലുള്ള ആളുകൾ, അതിഥി തൊഴിലാളികൾ കേരളത്തിലുണ്ട്. അവരിവിടെ പരമാവധി ആളുകൾ 90% ആളുകൾ ഇവിടെ എക്സ്പെൻഡിച്ചർ ഇല്ല. അവർക്ക് ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ ഗോതമ്പ് പൊടി, ഉള്ളി, ദാല്, ഇത്രയേ ഉള്ളൂ. ബാക്കി അവർ ശനിയാഴ്ച വൈകുന്നേരം കിട്ടുന്ന കൂലി നിങ്ങൾ തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ ബാങ്കിൻ്റെ അവിടെ നോക്കിക്കോ, അവർ നാട്ടിലേക്ക് അയക്കും. പണ്ട് ഗൾഫിൽ നിന്ന് നമ്മുടെ ആളുകൾ മാസത്തിൽ അയച്ചിരുന്നത് പോലെ ഇവിടെ നിന്ന് അയക്കുകയാണ്. 25 ലക്ഷത്തിലധികം ആളുകളാണ് ഈ കേരളത്തിൽ നിന്ന് കിട്ടുന്ന പൈസ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നത്. റിവേഴ്സ് റെമിറ്റൻസ് ആണ്. ഞാൻ പറഞ്ഞു 20 കൊല്ലം മുമ്പ് ഈ കൊച്ചി നഗരത്തിൽ 100 കോടി രൂപയുടെ ഒരു ബിൽഡിംഗ് വന്നിരുന്നുവെങ്കിൽ അതിൽ 40 കോടി മുതൽ 50 കോടി രൂപ വരെ അത് ലേബർ ചാർജായിട്ട് ഈ സിറ്റിയിലും പരിസര പ്രദേശത്തുള്ള ഗ്രാമങ്ങളിലെ നിർമ്മാണ തൊഴിലാളികളുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു, ലേബർ ചാർജായിട്ട്. ഇപ്പോൾ ഈ പറയുന്ന 40-50 കോടി പോകുന്നത് 1 കോടി രൂപ പോലും ഇവിടെ നിൽക്കുന്നില്ല, എല്ലാ അതർ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണക്കാക്കാത്ത, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും അസസ് ചെയ്യാത്ത റെമിറ്റൻസിനേക്കാൾ ഇരട്ടിയോളം വരുന്ന റിവേഴ്സ് റെമിറ്റൻസ് കേരളത്തിൽ നടക്കുകയാണ്. അത് കേരളത്തിൻ്റെ ഇക്കോണമിയുടെ അടിവേര് മാന്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധേയമായ പദ്ധതികൾ ആവിഷ്കരിക്കണം. ഒന്ന്, ഈ ബ്രെയിൻ ഡ്രെയിൻ തന്നെ തടയണം. കാരണം അതിനൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സ് കൊച്ചിയിലെ ബിൽഡേഴ്സ് ഉണ്ട്. അവരൊക്കെ ഞങ്ങൾ 3-4 വർഷം മുമ്പ് സംസാരിക്കുമ്പോൾ അവർ പറയും ഇനി അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഓൾഡ് ഏജ് ഹോംസിന് വേണ്ടിയിട്ടാണ്. കാരണം ഇനി ഓൾഡ് ഏജ് മാത്രം കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു കാലത്തിലേക്ക് കേരളം പോവുകയാണ്. കുറേ പ്രായമായ ആളുകൾ, നമ്മളെപ്പോലെ കുറേ പ്രായമായ ആളുകൾ മാത്രം വരികയും പോവുകയാണ്. മാത്രമല്ല കേരളത്തിനും ഇന്ത്യക്കും ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ട്. കാരണം ഈ ഡെമോഗ്രഫിയിലെ പോപ്പുലേഷനിലെ ഒരു 65% യങ്സ്റ്റേഴ്സാണ്. അതാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. അവരുടെ ക്രിയേറ്റിവിറ്റിയാണ് സ്റ്റേറ്റിന് അഡ്വാൻറ്റേജായി മാറേണ്ടത്. അതുകൂടി നമുക്ക് നഷ്ടപ്പെടുകയാണ്. അത് ഇൻവാല്യുബിൾ ആണ്. അസസ് ചെയ്യാൻ പറ്റാത്തത്രയും വലുതാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ഇതിനെ അഡ്രസ്സ് ചെയ്യണം. ഇതിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ എന്താണ്? ഒന്ന്, ഈ ചെറുപ്പക്കാരെ കേരളത്തിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾ വേണം. എനിക്ക് ആദ്യം തോന്നിയ 2 കാര്യങ്ങൾ, ഒന്ന് ഹെൽത്ത് സെക്ടർ, 2 എഡ്യൂക്കേഷൻ സെക്ടർ. ഈ ഹെൽത്ത് സെക്ടറിലും എഡ്യൂക്കേഷൻ സെക്ടറിലും ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സെൻറ്റർ ഓഫ് എക്സലൻസ് ഉണ്ടാകുക. ചികിത്സയ്ക്ക് വേണ്ടി കേരളത്തിനെ ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റാക്കി ധാരാളം ആളുകൾ പുറത്തുനിന്ന് കൊണ്ടുവരിക. കേരളത്തിൻ്റെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എല്ലാം അതിനുവേണ്ടി പ്രയോജനപ്പെടും. 2, നമ്മൾ ഇൻ്റർനാഷണൽ ജോബ് മാർക്കറ്റ് നമ്മൾ വാച്ച് ചെയ്യാം. ജോബിൻ്റെ നേച്ചർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. പണ്ടൊക്കെ 10-25 കൊല്ലം കൂടുമ്പോഴേ തൊഴിലിൻ്റെ സ്വഭാവം മാറുള്ളൂ. കമ്പ്യൂട്ടർ വന്നപ്പോഴാണ് ഒരു ബേസിക് ചേഞ്ച് ഉണ്ടായത്. ഇപ്പം അതല്ല. ഇപ്പം ഈ മറ്റേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും എല്ലാം വന്നതിന് ശേഷം എല്ലാ വർഷവും എന്ന് പറയുന്നത് പോലെ ലോകത്തിലെ തൊഴിലിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക. നമ്മളത് നിരീക്ഷിച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സുകളാണ് വേണ്ടത്. ഞാൻ പഠിക്കുമ്പോൾ 90% മാർക്ക് ഉണ്ടെങ്കിൽ BSc കെമിസ്ട്രിക്കും ഫിസിക്സിനും കിട്ടുള്ളൂ. ഇപ്പം ചേരാൻ പിള്ളേരില്ല. അത് ചേർന്നിട്ട് കാര്യമില്ല, അത് പഠിച്ചിട്ട് കാര്യമില്ല.
പഠിച്ചാൽ ജോലി കിട്ടുന്ന കോഴ്സ് ഏതാണെന്നാണ് കുട്ടികൾ അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം ലോകത്ത് നമ്മുടെ ചുറ്റുപാടുകളുമുള്ള തൊഴിലിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും അറിഞ്ഞിട്ടില്ല. ഞാൻ ആകെ അന്വേഷിച്ചപ്പോൾ നമ്മുടെ IIT-കൾ ഗൗരവതരമായി അവരുടെ കരിക്കുലം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. IIT-കൾ ഞാൻ ഒരുപാട് പ്രൊഫസേഴ്സായിട്ട് അത് അറിഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ഭയങ്കരമായ റാഡിക്കൽ ചേഞ്ച് അവരുടെ കരിക്കുലത്തിൽ ഉണ്ടാക്കുക. അപ്പോൾ അത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം ലോകത്തിലെ ജോബ് മാർക്കറ്റിലുണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സുകൾ നമ്മളിവിടെ ഡിസൈൻ ചെയ്താൽ, ആ സബ്ജക്റ്റുകൾ ആഡ് ചെയ്താൽ നമുക്ക് ഒരുപാട് തൊഴിൽ സാധ്യത ഈ കുട്ടികൾക്ക് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും തന്നെ കിട്ടും. ആ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടികൾ നല്ല കോഴ്സുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും പോയി 40 ലക്ഷവും 50 ലക്ഷവും കൊടുത്ത് പുറത്തുപോയി പഠിക്കുക. പുറത്തുപോയി പഠിക്കുന്ന നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല. പണ്ടും ക്രീമായിട്ടുള്ള പഠിക്കുന്ന കുട്ടികളൊക്കെ വിദേശത്ത് പോയി പഠിക്കും. ഞാൻ വിദേശത്ത് പോയി പഠിക്കുന്നതിനെതിരല്ല. പക്ഷെ വിദേശത്ത് പോയി പഠിക്കുമ്പോൾ ഇന്ത്യയിലേക്കാളും കേരളത്തിലേക്കാളും ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിലും ഏറ്റവും നല്ല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി പഠിക്കണം. ഇവിടെ പണ്ട് നടത്തിയിരുന്ന നല്ല പാരലൽ കോളേജിലൊക്കെ ഉണ്ടായിരുന്നു. അതിനേക്കാൾ താഴെയുള്ള കോളേജിലാണ് പലരും പോയി കാനഡയിലും UK-യിലൊക്കെ പഠിക്കുന്നത്. സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പോയി കുട്ടികളെ അറിയാതെ പോയി പഠിക്കുകയാണ്. അവരെ നമുക്ക് ഇവിടെ നിർത്താൻ പറ്റണം. ഇവിടെ നിന്ന കാര്യമുണ്ട്, ഇവിടെ നിന്നാൽ നല്ല കോഴ്സ് പഠിക്കാൻ പറ്റും, ഇവിടെ നിന്നാൽ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ജോലി കിട്ടാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഒരു തോട്ട് പ്രോസസ്സ് നടക്കണം. ഞങ്ങളത് വി ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ്. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പറയാം, ഞങ്ങൾ ഹെൽത്ത് കോൺക്ലേവ് നടത്തി. 300 ഡോക്ടർമാരെ ആരോഗ്യരംഗത്ത് ഞങ്ങളുടെ ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി. ഒരു വലിയ ടീം ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി. ആ ഡോക്യുമെൻ്റ് ഇപ്പം ഞാനിത് ആകാശത്ത് നിന്ന് അറിഞ്ഞതല്ലല്ലോ, ഒരുപാട് പേരുമായിട്ടുള്ള കൂടിയാലോചനകൾ വഴി എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റും. ഐ എം കോൺഫിഡൻറ്റ്, നല്ല കോൺഫിഡൻ്റാണ്. നമുക്ക് ചെയ്യാൻ പറ്റും. കേരളത്തിൽ ചെയ്യാൻ പറ്റുന്ന പോലെ വേറെ ഒരിടത്തും ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു സംശയവും വേണ്ട, ഉറപ്പായി ചെയ്യും. അടുത്ത കുറച്ചുകൂടെ നമ്മളൊരു ഇതിൻ്റെ ഒരു സ്വഭാവം, ഈ ചർച്ചയുടെ സ്വഭാവം മാറ്റാം. അതായത് പ്രതിപക്ഷം, നമ്മൾ ഈ അസംബ്ലിയിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രകടനം വളരെ വളരെ നല്ല പ്രകടനമായിരുന്നു. അത് ശ്രീ സതീശനൊക്കെ ഒരു പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ നമുക്കൊരു പാഠപുസ്തകത്തിൽ കൊണ്ടുവരാവുന്ന രീതിയിലുള്ള പെർഫോമൻസാണ്. ആ ഒരു ബ്രില്യൻസ് തീർച്ചയായിട്ടും അഭിനന്ദനീയമാണ്. എല്ലാം ഉണ്ട് അതിൽ. അപ്പം ഇത് വളരെ നല്ല കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യടി കൊടുക്കേണ്ടതാണ് ശരിക്കും. അപ്പം എങ്കിലും ഞാനൊരു കാര്യം ചോദിക്കുന്നത്, എനിക്കൊരു സംശയം തോന്നിയത്, നമ്മൾ പോലീസ് അതിക്രമത്തെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചയിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് പോലീസിൻ്റെ ഇത്തരം വേലകളൊക്കെ UDF-ൻ്റെ കാലത്താണ് നടന്നത്. എന്നിട്ട് 2 സംഭവങ്ങൾ പറഞ്ഞു. ഒന്ന് മുത്തങ്ങ വെടിവയ്പ്പ്, 2 ശിവഗിരിയിലെ പോലീസ് നടപടി. ഈ 2 കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. ഈ 2ഉം മുഖ്യമന്ത്രി AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. പക്ഷേ ഇതിന് നിങ്ങളെല്ലാം ആരാധിക്കുന്ന നിങ്ങളുടെ ഗുരുഭൂതനായ AK ആൻ്റണിയെ അസംബ്ലിയിൽ മുഖ്യമന്ത്രി ഇങ്ങനെ കുറ്റപ്പെടുത്തിയതിന്, അല്ലെങ്കിൽ ഇതൊരു തരം വളരെ നീചമായ ആക്രമണത്തിന് വിധേയമാക്കിയതിന് പിന്മുറക്കാരായ നിങ്ങൾ പ്രതിരോധിച്ചില്ല എന്നൊരു ദുഃഖം ആൻ്റണിക്കുണ്ടെന്ന് പിന്നീട് വ്യക്തമായി. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ കഴിഞ്ഞ 9.5 വർഷമായിട്ട് കേരളത്തിൽ നടക്കുന്ന കസ്റ്റോഡിയൽ ടോർച്ചറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. നമ്മുടെ പാലക്കാടുണ്ടായ സംഭവങ്ങൾ ഉൾപ്പെടെ, തൃശ്ശൂരിലുണ്ടായ സംഭവം ഉൾപ്പെടെയുള്ള നിരവധി പേരെ ക്രൂരമായി ടോർച്ചർ ചെയ്ത വിഷയങ്ങളുടെ ഒരു സീരീസാണ് നമ്മൾ വളരെ ഇതായിട്ട് അവതരിപ്പിച്ചത്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ദീർഘനേരം മറുപടി പറഞ്ഞു. അദ്ദേഹം മറുപടി പറഞ്ഞത് മറ്റേ നെഹ്റുവിൻ്റെ കാലം മുതലുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ. അപ്പോൾ അദ്ദേഹം വളരെ നമ്മൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്കിപ്പ് ചെയ്യലുണ്ട്. നമുക്കൊരു നേരിട്ടുള്ള ഹിറ്റിന് മറുപടി പറയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആ വിഷയത്തെ ഒന്ന് സൈഡ് ലൈൻ ചെയ്ത് വെച്ചിട്ട് ഈ സബ്ജക്റ്റുമായിട്ട് വേറെ ബന്ധമില്ലാത്തൊരു കാര്യം പറയും. ഉദാഹരണത്തിന് പശുവിനെ കുറിച്ച് 4 വാചകം എഴുതാൻ പറഞ്ഞാൽ പശുവിനെ കുറിച്ച് വാചകം പറയാൻ പറ്റില്ല. അതുകൊണ്ട് പശുവിനെ പിടിച്ച് തെങ്ങിൽ കെട്ടിയെന്ന് പറയാം. എന്നിട്ട് തെങ്ങിനെ കുറിച്ച് പറയും. തെങ്ങിനെ കുറിച്ച് 10 വാചകം പറയും. അപ്പോൾ പശു നല്ല പശുവാണ്, ആ പശുവിൻ്റെ കയറെടുത്ത് ഞാൻ തെങ്ങിൽ കെട്ടി. എന്നിട്ട് പറയാം, തെങ്ങ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കൽപ്പവൃക്ഷമാണ്, അതിൽ ഓലയുണ്ട്, നാളികേരമുണ്ട്, പൊതുമ്പുണ്ട്, നല്ല തടിയാണ്, വേണമെങ്കിൽ നമുക്ക് കസേര ഉണ്ടാക്കാം, കട്ടിലുണ്ടാക്കാം എന്ന് പറയാം. അതുപോലെയാണ് മുഖ്യമന്ത്രി അന്നും മറുപടി പറഞ്ഞത്. മുഖ്യമന്ത്രി നെഹ്റുവിൻ്റെ കാലം, R ശങ്കറിൻ്റെ കാര്യം, കരുണാകരൻ്റെ കാലം, AK-ൻ്റെ കാലമൊക്കെ അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ ഫോക്കസ് ചെയ്തത് എന്നിട്ട് ഒരു 3 മിനിറ്റാണ്
അദ്ദേഹം ഇപ്പോഴത്തെ കാര്യത്തിന് പറഞ്ഞത്. ബാക്കിയുള്ള ഒരു 1.5 മണിക്കൂറോളം നേരം ഇതുമായി യാതൊരു ബന്ധമില്ലാത്ത തെങ്ങിനെക്കുറിച്ച് തന്നെ, പശുവിനെക്കുറിച്ച് പറയാതെ തെങ്ങിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ കെണിയിൽ ഞങ്ങൾ വീഴാൻ പാടില്ല. അതൊരു ട്രാപ്പാണ്. സബ്ജക്റ്റ് ചേഞ്ച് ചെയ്ത് പോകുന്നതിൻ്റെ ട്രാപ്പ്. ഇതിപ്പോൾ നടക്കുന്ന സംഭവം അതാണ്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കത്തി നിൽക്കുമ്പോൾ ആ സബ്ജക്റ്റ് ഫോക്കസ് നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു കെണി വെച്ചിട്ടുണ്ട്. ആ കെണിയിൽ പോയി നമ്മൾ തല കൊടുക്കരുത്. അതന്ന് പിണറായി വിജയനുള്ള കൗശലക്കാരനായ, പരിണതപ്രജ്ഞനായ, പരിചയസമ്പന്നനായ രാഷ്ട്രീയ നേതാവിൻ്റെ കൗശലത്തിൽ നിന്നുണ്ടായ മറുപടിയാണ്. കെണിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ AK ആന്റണിയുടെ കാലത്തെയും കരുണാകരൻ്റെ കാലത്തെയും നെഹ്റുവിൻ്റെ കാലത്തെയും ആർ ശങ്കറിൻ്റെ കാലത്തെയും കാര്യത്തിന് ഞങ്ങൾക്ക് കിട്ടുന്ന, പ്രതിപക്ഷത്തിന് കിട്ടുന്ന പരിമിതമായ സമയത്ത് പറയാൻ പോയാൽ പിണറായി വിജയൻ്റെ കാലത്ത് ചെയ്ത കുറ്റകൃത്യങ്ങളെ ഞങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് ഹിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ആ കെണിയിൽ വീണില്ല. അത്രയും. തീർച്ചയായിട്ടും ഇതേ അസംബ്ലിയിലൊക്കെ മറുപടി പറഞ്ഞ അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ മറുപടി. ഈ വേറൊന്നും ചോദിക്കാനുള്ളത്, ഈ നമ്മൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ പ്രതിപക്ഷം സ്പ്രിംഗ്ലർ അഴിമതി, അതുപോലെ തന്നെ നമ്മളെ ബ്രൂവറി, അതുപോലെ ഈ ഡീപ് സീ ഫിഷിങ്, ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് പുറത്തു കൊണ്ടുവരികയും അത് തുടർച്ചയായിട്ട് വരികയും അതിൽ പലതിൽ നിന്നും ഗവൺമെൻറ് പിന്മാറാൻ നിർബന്ധിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ അസംബ്ലിയിലെ പെർഫോമൻസ് വളരെ എക്സലൻ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ അസംബ്ലിക്ക് പുറത്തുള്ളതിൽ ഇതേ മികവ് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെന്നൊരു ആരോപണമുണ്ട്. മറ്റ് ചില കാര്യങ്ങളൂടെ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് പറയാം. ഒന്ന്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഹയർ എഡ്യൂക്കേഷനിൽ കേരളത്തിലെ ഉന്നത കോളേജുകളിൽ എത്രയോ 100ഓളം കോളേജുകളിൽ എത്രയോ കാലമായിട്ട് പ്രിൻസിപ്പൾ ഇല്ലാതെ പോയി. ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ പലതും അനാഥമാണ്. അവിടെ നാഥനുണ്ടെങ്കിൽ തന്നെ ഭരണമില്ല. അങ്ങനൊരവസ്ഥയിൽ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ വളരെ വേറൊരു രീതിയിലേക്ക് പോകുന്നു. ഞാനിപ്പോഴുള്ള ഭരണത്തെക്കുറിച്ച് കുറ്റം പറയല്ല, അതിനെക്കുറിച്ച് പൊതുവായ നമ്മുടെ ഈ പൊതുമണ്ഡലത്തിലുള്ള ധാരണകൾ ഷെയർ ചെയ്യാം. പിന്നെ ഇതെടുത്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു കൃഷിക്കാരൻ്റെ കാര്യം എടുത്തു നോക്കൂ നിങ്ങൾ. സാധാരണ നിലയിൽ നമ്മളെ നെൽകൃഷിക്കാരന് അവന് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന നെല്ല് സർക്കാരിന് കൊടുക്കുന്നു, സർക്കാർ ഇത് വാങ്ങിയിട്ട് അതിൻ്റെ പൈസ കൊടുക്കുന്നത് ഇയാൾക്ക് ബാങ്കിൽ നിന്ന് കടമായിട്ട് കൊടുക്കും. അപ്പം കൊടുക്കുന്ന പാഡി റെസീറ്റ് ഷീറ്റ്, PRS എന്ന് പറയുന്ന സാധനം ഈ അവിടെ കൊടുത്തിട്ടാണ് ഇയാൾക്ക് ബാങ്ക് കടം കൊടുക്കുന്നത്. എന്നിട്ട് ഗവൺമെൻറ് ഈ പൈസ സമയത്തിന് ബാങ്കിന് കൊടുക്കില്ല. അപ്പോൾ സംഭവിക്കുന്നത് ഈ അധ്വാനിച്ച കർഷകൻ, ഈ സാധാരണ മനുഷ്യൻ്റെ സിബിൽ സ്കോറിനെ ബാധിക്കും. അയാൾ വീണ്ടും ഒരിക്കലും മകളെ കെട്ടിക്കാൻ വേണ്ടി ഒരു ലോൺ എടുക്കാൻ പോകുമ്പോൾ ബാങ്ക് മാനേജർ പറയും, നിങ്ങൾക്ക് പറ്റില്ല, കാരണം നിങ്ങൾക്ക് സിബിൽ സ്കോർ പോയെന്ന് പറയും. നോക്കൂ, ഒരു സ്റ്റേറ്റ് ഒരു സാധാരണ പൗരനോട്, അതും കൃഷിക്കാരനോട്, എന്ന് വെച്ചാൽ നമ്മളെ അന്നമൂട്ടുന്ന കൃഷിക്കാരനോട് കാണിക്കുന്ന അനീതി, ആ ഇഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ കർഷകർ ബോർഡർ സ്റ്റേറ്റ്സിൽ അല്ല ബോർഡർ ഏരിയസിൽ താമസിക്കുന്ന ആളുകളെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ, എന്തൊരു ഭീകരമായിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങി അവരുടെ കുഞ്ഞുങ്ങളെ പുലി പിടിക്കുമോ അല്ലെങ്കിൽ പിന്നെ കാട്ടാന ചവിട്ടി കൊല്ലുന്നു, എന്തോ ഒരു ഭീകരമായിട്ട് കടുവ പിടിച്ച് തിന്ന കേസസ് നമ്മുടെ ഇടയിലുണ്ട്. ഇത്രയും ഭീകരമായ ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ ഹോസ്പിറ്റൽസ് നോക്കൂ. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മനുഷ്യൻ അദ്ദേഹം മരിച്ച ശേഷം പുറത്തേക്ക് വന്ന ഒരു ഓഡിയോ, ഒരു ഹൃദയമുള്ള ആളുകൾ എങ്ങനെ അത് കേരളത്തിൽ കേട്ടിരിക്കും? ഇതൊക്കെ കേരളം എന്ന് പറഞ്ഞാൽ കേരള മോഡൽ എന്ന് പറഞ്ഞ് പുറത്ത് ഇത്രയധികം വലിയ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്ത ഒരു സ്റ്റേറ്റിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന വിലാപങ്ങൾ കേൾക്കുന്നത്. ഇത് സാധാരണ മനുഷ്യൻ്റേതാണ്, വളരെ താഴെക്കിടയിലുള്ള മനുഷ്യൻ്റെതാണ്, അധ്വാനിക്കുന്നവരാണ്. ഇവരോടൊപ്പം നിൽക്കേണ്ട സമയത്ത് UDF അത്ര സ്ട്രോങ് ആയിട്ട് നിന്നോ? അതായത് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഈ ഇത്തരം പ്രക്ഷോഭങ്ങൾ വോട്ട് ലക്ഷ്യം വെച്ചിട്ടല്ലാതെ തന്നെ ഒരു സാധാരണ മനുഷ്യൻ അവൻ നിസ്സഹായനായിട്ട് നിൽക്കുമ്പോൾ അവന് കരുത്തു പകരേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ എന്നുള്ളതിലുള്ളൊരു സംശയം എന്നെപ്പോലെ തന്നെ ഇവിടെ പലർക്കും ഉണ്ടാവും. ഇതൊരു വേറൊരു തരത്തിലുള്ളൊരു നെറേറ്റീവാണ്. ഇപ്പോൾ 2006 മുതൽ 2011 വരെ ശ്രീ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് നിയമസഭയ്ക്കകത്ത് ഉമ്മൻചാണ്ടിയുടെ വലങ്കയായി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. ഏറ്റവും പ്രസിദ്ധമായ ലോട്ടറി വിവാദം, HMT ഭൂമി കേസ്, മർക്കിസൺ എസ്റ്റേറ്റിൻ്റെ വിവാദം ഉൾപ്പെടെ 8 മന്ത്രിമാർക്കെതിരായിട്ട് അന്ന് അഴിമതി ആരോപണം നിയമസഭയിൽ ഉന്നയിച്ച ഒരാളാണ്. 33 അടിയന്തര പ്രമേയങ്ങൾ ഉന്നയിച്ചതാണ് ആ സമയത്ത്, പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത്. അന്നും നിയമസഭയാണ് ഈ ആരോപണങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോക്കസ്. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്തും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്തും ഒരുപാട് വിഷയങ്ങൾ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും കൊണ്ടുവന്നിട്ടുണ്ട്.
പിന്നെ ഈ സാധാരണഗതിയിലുള്ള ഒരു സംസാരം CPM സമരം ചെയ്യുന്നതും കോൺഗ്രസ് സമരം ചെയ്യുന്നതും അല്ലെങ്കിൽ LDF സമരം ചെയ്യുന്നതും UDF സമരം ചെയ്യുന്നതിൻ്റെ രീതി വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ വളരെ എടുത്തേക്കും, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ LDF നടത്തിയൊരു വലിയ സമരത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളോട് ആരുടെയും ചോദിച്ചാൽ നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടാവും? ഒറ്റ സമരം ഓർമ്മയുണ്ടാവുള്ളൂ. മറ്റേ അവസാനത്തെ സരിത കേസിൽ സെക്രട്ടേറിയറ്റ് വളഞ്ഞു, അനിശ്ചിതകാല നടഞ്ഞു, തിരുവനന്തപുരം മുഴുവൻ ഭയങ്കര വൃത്തികേടായി, പെട്ടെന്ന് സമരം നിർത്തിപ്പോയ ഒരു പരിതാപകരമായൊരു സമരം മാത്രമേ ഓർമ്മയിലുണ്ടാവുള്ളൂ. ഇല്ല, ഈ ഉമ്മൻചാണ്ടിയുടെ കാറിന് കല്ലെറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് കല്ലുകൊണ്ട് ആ കേസ്. അല്ലാതെ ഒരു ജനങ്ങളെ പിടിച്ചു കുലിക്കുക, ജനങ്ങളുടെ ഹൃദയത്തിൽ കയറിയ ഒരു സമരം ഒന്നും ഉണ്ടായിട്ടില്ല. ആ കാലമല്ല ഇത്. രണ്ടാമത്തെ കാര്യം, ഞാൻ അഭിമാനത്തോടു കൂടി പറയുകയാണ്, ഞങ്ങൾ ഇതുവരെ 4.5 കൊല്ലമായിട്ട് കേരളത്തിൽ ഇതുവരെ ഒരു ഹർത്താൽ നടത്താത്ത ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രതിപക്ഷമാണ് ഞങ്ങളുടേത്. ഞങ്ങൾ നടത്തില്ല, ഹർത്താൽ നടത്തില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 5 കൊല്ലം ഞങ്ങൾ ഹർത്താൽ നടത്തി നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്മേൽ ഞങ്ങൾ കൈയടത്തിയില്ല. കേരളത്തിൽ ഹർത്താൽ നടത്താൻ പാടില്ല. കേരളം ഹർത്താലിൻ്റെയും ബന്ദിൻ്റെയും അനാവശ്യമായ സമരങ്ങളുടെയും നാടാണെന്നുള്ള ചീത്തപ്പേര് കാരണമാണ് കേരളത്തിലൊരു വ്യവസായവും വരാത്തത്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റും വരാത്തത്, ഒരു FDIയും വരാത്തത്, ഈ പാവം പിള്ളേർ ജർമ്മനിക്കും കാനഡയിലേക്കൊക്കെ പോകുന്നത്. കേരളം മോശമാണ്. ഞാൻ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ഇവിടെ സംസാരിച്ചപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് സംഘടിപ്പിച്ചത്, ഞാൻ പ്രതിപക്ഷ നേതാവായിട്ടല്ല സംസാരിച്ചത്, ഞാൻ മലയാളിയായിട്ടാണ് സംസാരിച്ചത്. ഇവിടെ വ്യവസായങ്ങൾ വരണം, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം, നമ്മുടെ കുട്ടികൾക്ക് തൊഴിൽ സാധ്യത ഉണ്ടാകണം, പ്രതിപക്ഷത്തിന് കൺസ്ട്രക്റ്റീവ് ആകാനും പറ്റും. ഏത് നല്ല കാര്യം അവർ ചെയ്താലും നമ്മളതിനെ ഫുൾ സപ്പോർട്ട് ചെയ്യും. ഞാനാണ് അന്ന് കൂടിയ വ്യവസായികളോട് പറഞ്ഞത്, ഞങ്ങൾ ട്രേഡ് യൂണിയനിസ്റ്റുകളാണ്, നിങ്ങളിവിടെ വ്യവസായം തുടങ്ങാൻ ട്രേഡ് യൂണിയനുകളെ പേടിച്ച് വരാതിരിക്കേണ്ട, ഞങ്ങൾ ന്യൂ ജനറേഷൻ ട്രേഡ് യൂണിയനിസ്റ്റുകളാണ്. ഞങ്ങൾ തൊഴിലാളികളോട് പറയുന്നത്, യു വർക്ക് ഹാർഡ് ആൻഡ് മേക്ക് ദ കമ്പനി പ്രോഫിറ്റബിൾ, ദെൻ വി വിൽ ബാർഗെയിൻ ഫോർ യു. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് കമ്പനിയുടെ ലാഭത്തിൻ്റെ വിഹിതം ഞങ്ങൾ വാങ്ങിച്ചു തരാം. ഞങ്ങളൊക്കെ ട്രേഡ് യൂണിയനിൽ ഇരിക്കുന്ന ഒറ്റ കമ്പനിയിൽ സമരമില്ല. ഒരു പുതിയ കേരളം വേണ്ടേ? ജനാധിപത്യത്തിൻ്റെ മനോഹാരിത ഞാൻ കരുതുന്നത് ഡിബേറ്റുകളും ഡിസ്കോഴ്സുകളുമാണ്. നല്ല സംവാദങ്ങൾ ഉണ്ടാകണം. ഈ ലോകത്തെ എവിടെയാണ് ഈ സമരം? ഇതുപോലത്തെ ഈ കേരളത്തിൽ നടക്കുന്ന പോലെ ഈ തെറ്റായ സമരങ്ങൾ, ഈ അക്രമ സമരങ്ങൾ, ഈ ബസ് തല്ലിപ്പൊളിച്ച് റോഡിൽ മനുഷ്യനെ നടത്താൻ പറ്റാതെ ഈ വലിയ ഏറ്റുമുട്ടലായിട്ട് എവിടെയാണ്? അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വിഷയങ്ങളെല്ലാം, ഈ പറയുന്ന വിഷയങ്ങളെല്ലാം ഞങ്ങൾ കൊണ്ടുവന്ന വിഷയങ്ങളാണ്. ഈ കർഷകൻ്റെ സിബിൽ സ്കോർ നഷ്ടപ്പെടുന്നത് ഞാനാണ് നിയമസഭയിൽ നിറകണ്ണുകളോട് പറഞ്ഞത്. ഈ സിബിൽ സ്കോറിൻ്റെ കാര്യം, പാഡി ഷീറ്റിൻ്റെ കാര്യം, നെല്ല് കൊയ്ത് കൂട്ടിയിട്ട് പാടത്ത് പാവപ്പെട്ട കർഷകൻ്റെ കണ്ണീര് ആയി കിടക്കുന്ന വിഷയം ഉൾപ്പെടെ, കെ ഫോണിനെ കുറിച്ചുള്ള അഴിമതി, അതുപോലെ ക്യാമറ വെച്ചതിൻ്റെ അഴിമതി, നിരവധി കാര്യങ്ങൾ. ഇതൊക്കെ ആളുകളുടെ ഫോക്കസിൽ കൊണ്ടുവന്നാൽ മതി. ലോകത്തെല്ലായിടത്തും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നാടുകളിലെല്ലാം ഈ കേരളത്തിൽ ഈ 70കളിലും 80കളിലും 90കളിലൊക്കെ കേരളത്തിൽ എന്താ നടന്നത്? അങ്ങോട്ട് നമ്മൾ തിരിച്ച് നടക്കണോ? ഒരു ചേഞ്ച് വേണ്ടേ? അപ്പോൾ നമ്മൾ അത് വേണ്ട, കുറേ കൂടി മൈൽഡായി, കുറേ കൂടി കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് നമ്മൾ ചെയ്തപ്പോൾ ഒരു CPM പ്രതിപക്ഷത്തിരുന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു നറേറ്റീവ് ഉണ്ട്. ഞാൻ ആ കുറ്റം ഏറ്റുവാങ്ങുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ ആ കുറ്റം ഏറ്റുവാങ്ങുന്നു. അത് എൻ്റെ തെറ്റാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വേണ്ടാന്ന്. ഞങ്ങൾ സഹപ്രവർത്തകരെല്ലാം അതിനോട് പൂർണ്ണമായി യോജിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഘടകകക്ഷികളെല്ലാം യോജിച്ചിട്ടുണ്ട്. അനാവശ്യമായ സമരം, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മൾ പറയുകയാണ് നാളെ ഹർത്താൽ പിന്തുണയ്ക്കും. ഇന്ന് ആശുപത്രി പോകുന്നവരുണ്ട്, ബാങ്കിൽ പോകുന്നവരുണ്ട്, സ്കൂളിൽ പോകുന്ന കുട്ടിയുണ്ട്, ഇല്ലേ? എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന പാവപ്പെട്ട മനുഷ്യരുണ്ട്, കല്യാണ ആവശ്യത്തിന് പോകുന്നവരുണ്ട്. നിങ്ങളൊന്നും പോകണ്ട എന്നൊരു സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനം വന്ന് പറയുകയാണ്. കടലാസ് സംഘടനകൾ വരെ കേരളത്തിലെ ഹർത്താലും ബന്ധം നടത്തി. ഞങ്ങളൊക്കെ അതിനെതിരായി സ്ട്രോങ് ആയ പൊസിഷൻ എടുത്ത മാറ്റം വേണ്ടേ? കേരളം അങ്ങനെ ആകാമോ? അതുകൊണ്ട് ഞങ്ങൾ വലിയ സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. നവകേരള ജാഥ പിണറായി വിജയൻ നടത്തിയപ്പോൾ കേരളത്തിൽ ഞങ്ങളുടെ ചെറുപ്പക്കാരെ നടത്തിയ പോലെ ഒരു സമരം ആര് നടത്തിയിട്ടുണ്ട്? സമരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് തുടരും. ഞാൻ പറഞ്ഞത് എനിക്ക് താങ്ക് യു. കാരണം എനിക്ക് അതിൻ്റെ ഒരു അതർ സൈഡ്, ഈ നമുക്കെതിരായിട്ടുള്ളൊരു നറേറ്റീവിനുള്ളൊരു അതർ സൈഡ്
ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു അതർ സൈഡ് താങ്കളുടെ ചോദ്യം എന്നെ സഹായിച്ചു. ശരി സാർ. ഓക്കെ, കോൺഗ്രസ്സിലെ ഒരു കുറച്ചുകൂടെ ദേശീയ തലത്തിലേക്ക് പോകാം. നമുക്ക് കോൺഗ്രസ്സിൽ നമുക്കെപ്പോഴും ദൂരെ നോക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പാർട്ടിയിലെ ആളുകൾ പറയുമ്പോഴോ ഒരു ദേശീയ തലത്തിലെ നേതൃത്വം ഒരു വല്ലാതെ പതർച്ച നേരിടുന്നുണ്ടോ എന്നൊരു സംശയം. പ്രത്യേകിച്ച് മോഡി BJP ഗവൺമെൻറ് വളരെ ശക്തി ആർജിക്കുകയും കരുത്താർജിക്കുകയും ചെയ്യുമ്പോൾ മറ്റേ സൈഡിലൊരു പതർച്ചയുണ്ടോ? അതുപോലെ തന്നെ ഒരു കോയലീഷൻ സൃഷ്ടിച്ചിട്ട് ഒരു സ്റ്റേറ്റ് പിടിച്ചെടുക്കുന്നതിൻ്റെ അകത്തൊക്കെ ഒരു സ്ട്രാറ്റജിയുടെ കാര്യത്തിൽ പരാജയമുണ്ടോ? ഞാനിത് ഉദാഹരണം പറയുന്നത്, രാഹുൽ ഗാന്ധി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു നേതാവാണ് ഇന്ത്യയിലെ. അപ്പോൾ അദ്ദേഹം ഈ വോട്ട് ചോരി എന്നൊരു ആരോപണം കൊണ്ടിരുന്നു. ബീഹാർ ഇലക്ഷന് മുമ്പായിട്ട് അത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നു. പക്ഷേ ദയനീയമായി ഈ സംഭവിച്ചെന്താ വെച്ചാൽ ബീഹാറിലെ ജനം വോട്ട് ചോരിക്കൊപ്പം നിന്നില്ല. അവർക്ക് കിട്ടിയ മറ്റു തരത്തിലുള്ള ഫ്രീ ബീസിലോ അങ്ങനെ എന്തിലെങ്കിലും ഭ്രമിച്ചു പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നയപരമായിട്ട് അവർ ഈ പറയുന്ന BJP നിതീഷിൻ്റെ പാർട്ടിയായിട്ടുള്ള ഈ ചേരുവയിൽ അവർ തൃപ്തരായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും ഈ വോട്ട് ചോരി ഉൾപ്പെടെയുള്ള ഇഷ്യൂസിൽ സ്വന്തം പാർട്ട്ണറായ തേജസ്വി യാദവ് പോലും രാഹുലിനോടൊപ്പം നിൽക്കാത്ത ഒരവസ്ഥ വന്നു. അതായത് ഒരു ക്യാമ്പയിൻ്റെ കാര്യത്തിൽ കോൺഗ്രസും ജനങ്ങളും തമ്മിലൊരു ഡിസ്കണക്റ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. ഈ ആദ്യത്തെ ചോദ്യം ഞാൻ പൂർണ്ണമായി നിഷേധിക്കുന്നു. കാരണം BJP ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇന്ന് അക്രോസ് ദ വേൾഡ് കാണുന്ന കുറേ ഗവൺമെൻറ്റുകളുടെ ഒരു പ്രതിരൂപമാണ്. കാരണം പണ്ട് ഡിക്റ്റേറ്റർഷിപ്പായിരുന്നു, ഫാസിസം ഉണ്ടായിരുന്നു, നാസിസം ഉണ്ടായിരുന്നു, കമ്മ്യൂണിസം തന്നെ വളരെ സ്റ്റാലിൻ്റെ കാലത്ത് വേറൊരു ലെവലിലേക്ക് പോയി. ഇതൊരു പുതിയ കാലമാണ്. ഇവിടെ പോപ്പുലിസ്റ്റ് ഗവൺമെൻറ്റുകളാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇലക്ടറൽ ഓട്ടോക്രസി എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കൂടിയാണ് ജയിച്ചു വന്നത് ചോദിച്ചാൽ. പക്ഷെ തെരഞ്ഞെടുപ്പ് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻ ആണോ നടക്കുന്നത്? തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനെ അട്ടിമറിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊരു പുതിയ കാലമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, റഷ്യയിൽ അങ്ങനെയാണ്, ടർക്കിയിൽ അങ്ങനെയാണ്, ബ്രസീലിൽ അങ്ങനെയാണ്, ഫിലിപ്പൈൻസിൽ അങ്ങനെയാണ്, ഒരുപാട്, ഇപ്പോൾ അമേരിക്കയിലും അങ്ങനെയായി, ഒരുപാട് രാജ്യങ്ങളിൽ അങ്ങനെയായി. പക്ഷേ അതിൻ്റെ മുമ്പിൽ പതറാതെ പിടിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രസ്ഥാനം കോൺഗ്രസുമാണ്. കോംപ്രമൈസിന് തയ്യാറല്ലാതെ ചാലഞ്ചിങ് ആയിട്ട് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം താങ്കൾ പറഞ്ഞു, കോയലിഷൻ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാം, മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം. K കരുണാകരനെ പോലുള്ള പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കൾ ആ കോയലിഷൻ്റെ പ്രസക്തി എന്താണെന്ന് ബോധ്യപ്പെടും. അദ്ദേഹം ഞങ്ങളെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിൽ. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു യാത്ര പോയപ്പോൾ കോയലിഷൻ എന്താണ് എന്നോട്, ഞാനിങ്ങനെ ഈ ചെറിയ ചെറിയ പാർട്ടികളിലേക്ക് UDF കൊണ്ടുവരുന്നതിനെ കുറിച്ച്, ഞാൻ കോളേജിൽ പഠിക്കുക, ലോ കോളേജ്, അദ്ദേഹം ഗുരുവായൂരിലേക്ക് കൊണ്ടുപോയി കാറിൽ. അപ്പോൾ ഞാനിങ്ങനെ പരിഭവം പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകമാണ്, UDF എന്ന് പറഞ്ഞാൽ കുറേ നിങ്ങൾ കാണുന്ന രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, ഈ UDF LDF തമ്മിലുള്ള വ്യത്യാസം 1.5 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ചില വ്യക്തികൾ വേണ്ടി വരും. അപ്പോൾ അദ്ദേഹം ബാലകൃഷ്ണപിള്ളയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല, ബാലകൃഷ്ണപിള്ള അപ്പുറത്തോട്ട് പോയാൽ കുറേ വോട്ട് അപ്പുറത്തോട്ട് പോകും. ഇവിടെ TM ജേക്കബിൻ്റെ കാര്യം പറഞ്ഞു, കുറേ വ്യക്തികളുടെ KK നായരുടെ കാര്യം പറഞ്ഞു, PR കുറുപ്പിൻ്റെ, ഇതെല്ലാം കൂട്ടി നിർത്തുമ്പോഴാണ് ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നത്. ആ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിനെ ജയിക്കാൻ പറ്റുള്ളൂ. അത് കോയലിഷൻ്റെ മർമ്മം കണ്ടറിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ആളാണ്. ഞാനിപ്പോൾ അന്ന് അദ്ദേഹം ഇരിക്കുന്ന പൊസിഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കും, അത് ഒരു ഗുരുമന്ത്രം പോലെ എൻ്റെ ചെവിയിലേക്ക് തൊട്ടടുത്തിരുന്ന് അദ്ദേഹം പറഞ്ഞു തന്ന ഒരാളാണ്. ഞാനത് പ്രാവർത്തികമാക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷെ ഡൽഹിയിൽ താങ്കളാ പറഞ്ഞ ചോദ്യത്തിലൊരു പ്രസക്തിയുണ്ട്. അതിലേക്കുള്ള ആ യാഥാർത്ഥ്യത്തിലേക്ക് ശരിക്കും വന്നിട്ടില്ല. ഒന്ന്. രണ്ടാമത്, BJP എന്ന് പറയുന്ന രാഷ്ട്രീയം, നമ്മളെപ്പോഴും നമ്മുടെ യുദ്ധമല്ലേ, എതിരാളികളെ നന്നായിട്ട് പഠിക്കണം. നമ്മുടെ ശത്രുവിൻ്റെ കുറവും കൂടുതലും, കഴിവും അല്ലേ, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും മർമ്മം നമ്മൾ അറിയണം. BJPയുടെ ഏറ്റവും ഒരു പോസിറ്റീവായ സൈഡ് ഏതാ? അവരൊരു എലക്ഷൻ ഓറിയൻറ്റഡ് പാർട്ടിയാണ്. ഇപ്പോൾ ഈ എലക്ഷൻ ബീഹാറിലെ കഴിഞ്ഞാൽ അടുത്ത എലക്ഷൻ എവിടെയാണ് എന്ന് അവർ നോക്കിയിട്ട് ആ എലക്ഷൻ്റെ വർക്ക് അവർ അന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം അവർക്കുണ്ട്. ആ സിസ്റ്റവുമായി കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇപ്പം നമ്മളിവിടെ ചെയ്യുന്ന എന്താ, CPM എന്നുള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടി, എന്ത് പാർട്ടി എന്നല്ലല്ലോ ഞങ്ങൾ പറയണം.
CPM. പിണറായി വിജയൻ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാമോ പിണറായി വിജയന്? അദ്ദേഹം കേരളത്തിൻ്റെ 10 വർഷമായിട്ട് മുഖ്യമന്ത്രിയായിരിക്കുന്നതാണ്, പരിണതപ്രജ്ഞനായ നേതാവാണ്. അദ്ദേഹം എന്ത് ചെയ്യും എന്ന് എനിക്ക് പറയാം. കാരണം ഞാൻ അദ്ദേഹത്തെ നന്നായി സ്റ്റഡി ചെയ്യുകയാണ് കുറേ നാളായിട്ട്. അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് എന്തായിരിക്കും? ഒരു വിഷയം വന്നാൽ അദ്ദേഹം എങ്ങനെയായിരിക്കും? ഇല്ല മിണ്ടാതിരിക്കുമോ? ചില കാര്യങ്ങൾ ഒരു മാസം മിണ്ടൂല. അപ്പം നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയ എതിരാളി എങ്ങനെയല്ല ഓരോന്നിനോട്. അങ്ങനെ കണ്ടിട്ട് വേണം നമ്മൾ BJPയെ പൊളിറ്റിക്കലായിട്ട് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നേരിടാൻ. അപ്പോൾ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ കോൺഗ്രസ് കുറേ കൂടി ശ്രദ്ധ വേണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ പറഞ്ഞ 2 പ്രധാനപ്പെട്ട പോയിന്റാണ് ദേശീയ രാഷ്ട്രീയത്തിൽ. രണ്ടാമതും മൂന്നാമതും പറഞ്ഞതിനോട് ഞാൻ ഒരു അതിനോട് ചേർത്തൊന്ന് പറയാം. ഈ കോയലീഷൻ പൊളിറ്റിക്സിൽ കേരളത്തിൽ നന്നായിട്ട് പയറ്റി തെളിഞ്ഞ ശ്രീ KC വേണുഗോപാൽ അവിടെ ഉണ്ട്. അപ്പം അദ്ദേഹം അവിടെ തന്നെ തുടരട്ടെ എന്നൊരർത്ഥവും കൂടി അതിനുണ്ടോ? അതല്ല, അദ്ദേഹത്തിൻ്റെ ജോലി അവിടെ ഭംഗിയായി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ ഓർഗനൈസേഷൻ സെക്രട്ടറിയാണ് AICCയുടെ. അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്ന ചുമതലകൾ ഏതൊരു മലയാളി രാഷ്ട്രീയ നേതാവിനെയും പോലെ അദ്ദേഹം ഭംഗിയായി ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ കാലത്തും ഡൽഹിയിൽ പ്രഗത്ഭരായ നേതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു അല്ലേ? ശ്രീ AK ആന്റണി AICC തലത്തിലുണ്ടായിരുന്നു, സ്റ്റീഫൻ സാറുണ്ടായിരുന്നു അല്ലേ? അതുപോലെ ഉമ്മൻചാണ്ടി ഒരു സമയത്ത് ഡൽഹിയിലേക്ക് പോയി, രമേശ് ചെന്നിത്തല ഡൽഹിയിൽ വർക്ക് ചെയ്തു. ഇപ്പോൾ KC വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്ത് അദ്ദേഹം ഡൽഹിയിലുണ്ട്. അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ജോലിയെല്ലാം അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഒരു വ്യക്തിയുടെയോ ഒരാളുടെയോ പരിധിയിൽ മാത്രം പെടുന്ന കാര്യമല്ലല്ലോ. മാത്രമല്ല ഇതൊക്കെ ഈ അധികാരത്തെ ഏറ്റവും ഭയങ്കരമായി മിസ്യൂസ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിൽ ആളുകൾ ഭയന്നല്ല നിൽക്കുന്നു. ഞാൻ ഒറ്റ തിരിച്ചൊരു ചോദ്യം, 2014 മുമ്പുള്ള മീഡിയയാണോ ഇന്ത്യയിലെ നാഷണൽ മീഡിയ എവിടെ നിൽക്കുന്നു? നാഷണൽ മീഡിയയിലെ ഓണർഷിപ്പിലിരിക്കുന്ന ആൾ എന്ത് പേടിയല്ലേ, ഭയമല്ലേ? നാഷണൽ മീഡിയയിലെ ഓണർഷിപ്പിലിരിക്കുന്നവരൊക്കെ ബിസിനസ്സുകാരാണ്, വേറെ ബിസിനസ് ചെയ്യുന്നവരാണ്, അവർക്കെല്ലാം വലിയ ഇൻഡസ്ട്രി ഉള്ള ആളുകളാണ്. അവരേതെങ്കിലും മാധ്യമങ്ങളിലോ അവരുടെ TV ചാനലിലോ അവരുടെ പത്രത്തിലോ മോഡി ഗവൺമെൻറ്റിനൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്താൽ ഉറപ്പാണ് ആ വീക്കെൻഡിൽ ED അവരെ വീട്ടിൽ കയറും, അവരുടെ ഓഫീസിൽ കയറുമെന്ന്. ഭയന്ന് നിൽക്കുന്ന മീഡിയ ഉള്ളൊരു കാലമല്ലേ? ഞാൻ മീഡിയയെ കുറ്റപ്പെടുത്തിയല്ല, മീഡിയ അടക്കം ബ്യൂറോക്രസി അടക്കം എല്ലാവരും ഭയന്ന് നിൽക്കുന്ന ഒരു കാലത്താണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു മനുഷ്യൻ ഭയങ്കരമായ പോരാട്ടം നടത്തുന്നത്, അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കീഴടങ്ങാതെ പോരാട്ടം നടത്തുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കാക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. രാഹുൽ ഗാന്ധിയുടെ കൂടെ നമ്മളെല്ലാവരും വേണം. ഈ പോരാട്ടത്തിൽ അദ്ദേഹത്തെ ഒറ്റയ്ക്കാക്കരുത്. തീർച്ചയായും. അപ്പോൾ വേറൊന്നുള്ള അദ്ദേഹം ശ്രീ സതീശൻ നല്ല വായനക്കാരനാണ്. ഇന്ന് രാവിലെ ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കേട്ടിരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹവും നല്ല വായനക്കാരനാണ്. അദ്ദേഹം 2 നോവലിൻ്റെ സൃഷ്ടിയിലും കൂടിയാണ്. അപ്പോൾ 2 നോവൽ ഇങ്ങനെ പണിപ്പുരയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ലീഡേഴ്സ്, പ്രത്യേകിച്ചും നിങ്ങളെപ്പോലുള്ള പ്രമുഖ ലീഡേഴ്സൊക്കെ നന്നായിട്ട് വായിക്കും, എഴുതും, ഇതെല്ലാം ഉണ്ട്. നിങ്ങളിപ്പോൾ ശ്രീ സതീശൻ സംസാരിക്കുമ്പോൾ തന്നെ ഈ വായനയുടെ ഒക്കെ ആ ഒരു പുഷ്ടി ഭാഷയിൽ കാണാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിലും ശ്രീ കൽപ്പറ്റ നാരായണൻ, CR പരമേശ്വരൻ, അങ്ങനെ ചുരുങ്ങിയ സാഹിത്യകാരന്മാർ മാത്രമേ, അല്ലെങ്കിൽ കൾച്ചറൽ ലീഡേഴ്സ് മാത്രമേ UDFിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ ആളുകളും ഏതോ തരത്തിൽ ഈ പറയുന്ന ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ ഇടത് ഗവൺമെൻറ് അവരെ അവരുടെ കുടക്കീഴിലാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ സാംസ്കാരിക ലോകത്തെ ആകർഷിക്കാൻ നിങ്ങൾക്ക് പറ്റാത്തത്? അതിന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഈ ഒരു ആദ്യ കാലഘട്ടത്തിലെ നേതാക്കളെ, ഇപ്പം പനമ്പള്ളി ഗോവിന്ദ മേനോനെ പോലെയുള്ള ഏറ്റവും വലിയ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു വായനക്കാരനായിരുന്നു, ഏറ്റവും വലിയ വായനക്കാരൻ. പക്ഷേ കോൺഗ്രസ് അത് പ്രൊജക്റ്റ് ചെയ്തില്ല. പക്ഷേ EMSനെ അതേ സമയത്ത് CPM ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്തു. EMSും നാടകവും ഓരോ ചർച്ചയാണ്. EMSും സിനിമയായിട്ടൊന്നും EMSന് ഒരു ബന്ധം ഉണ്ടായില്ല. EMSും മലയാള നോവൽ സാഹിത്യവും, EMSും ചെറുകഥാ സാഹിത്യവും, EMSും പാശ്ചാത്യ സാഹിത്യവും എന്നൊക്കെ പറഞ്ഞു. CPM EMS മോശക്കാരനെന്നല്ല ഞാൻ പറയും, EMS നല്ല വായനക്കാരനും നല്ല എഴുത്തുകാരനും ഒക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹം അർഹിക്കുന്നതിൻ്റെ ഒരു 10 ഇരട്ടി CPM അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തു. ഞാൻ സത്യം പറഞ്ഞാൽ പനമ്പള്ളി ഗോവിന്ദൻ്റെ പ്രസംഗം കേട്ടിട്ട്, ഞാൻ ചെറുപ്പത്തിൽ പ്രസംഗങ്ങൾ കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ട് എൻ്റെ വലിയ സ്വപ്നം ഏത് വിഷയത്തിലും പനമ്പള്ളി ഗോവിന്ദമേനോനെ പോലെ പ്രസംഗിക്കണമെന്നായിരുന്നു. പനമ്പള്ളി ഗോവിന്ദമേനോൻ 70-ൽ പെരുമ്പാവൂർ ഒരു ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ അന്ന് പ്രസംഗിച്ചത് സൗണ്ട് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ്. അന്ന് കേരളത്തിൽ ആർക്കും സൗണ്ട് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് അറിയില്ല. മലബാറിൽ സാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം പാശ്ചാത്യ സാഹിത്യ
കുറിച്ച് സംസാരിച്ചിട്ട് അവിടെയുള്ള എഴുത്തുകാർ വരെ ഞെട്ടിപ്പോയി. തൃശ്ശൂരിൽ അദ്ദേഹത്തിനോട് എഞ്ചിനീയറിംഗ് കോളേജ് ചെന്നപ്പോൾ എന്ത് സബ്ജക്റ്റ് സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു. അദ്ദേഹം ഫിസിക്സിനെ കുറിച്ചും ആറ്റത്തെക്കുറിച്ചും 1.5 മണിക്കൂർ സംസാരിച്ചു. കുട്ടികളെ സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുത്തു. ഞാനിതൊക്കെ കേട്ടറിഞ്ഞപ്പോൾ ഞാൻ പനമ്പിള്ളിയെ കണ്ടിട്ടില്ല. എൻ്റെ ആഗ്രഹം എന്നും ഏത് സബ്ജക്റ്റിലും പനമ്പിള്ളിയെ പോലെ പ്രസംഗിക്കണം. പക്ഷെ പനമ്പിള്ളിയെ കോൺഗ്രസ്സുകാരും പ്രൊജക്റ്റ് ചെയ്തില്ല. ആ വായനക്കാരനെയും എഴുത്തുകാരനെയും ആരും പ്രൊജക്റ്റ് ചെയ്യില്ല. AP ഉദയഭാനു സാറിനെ പോലെ എത്രയോ ആളുകൾ, TM മറിയ സാറിനെ പോലെ എത്ര പേര്, C കേശവനെ പോലെ എത്ര പ്രഗത്ഭമതികളായ ആളുകളുണ്ട്. പക്ഷേ പിന്നീടൊരു നെറേറ്റീവ് വന്നു, കോൺഗ്രസ്സുകാരും വായിക്കില്ല, മറ്റവരെല്ലാം ബുദ്ധിജീവികളാണ്. അവരാണ് ഈ വലിയ ശ്രദ്ധിച്ചത്, നന്നായിട്ട് മാർക്കറ്റിംഗ് ചെയ്ത്. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ തോൾസഞ്ചിയൊക്കെ തൂക്കി ഞങ്ങളുടെ സമകാലികരായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ നടക്കും. അപ്പം അന്ന് ഈ പ്രഭാത് ബുക്ക് ഹൗസിൽ നിന്ന് ഭയങ്കര റഷ്യൻ സാഹിത്യവും കമ്മ്യൂണിസ്റ്റ് സാഹിത്യവും ചുവന്ന കവറിൽ അതൊക്കെ പൊങ്ങി നിൽക്കും. അപ്പം കോളേജിലെ പിള്ളേരുടെ ധാരണ നമ്മളാരും വായിക്കില്ലെന്നും ഇവർ ഭയങ്കര വായനക്കാരും വന്നു. അതുപോലത്തെ ഒരു നറേറ്റീവ് കേരളത്തിൽ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം മാറിക്കൊണ്ടിരിക്കും. ഇപ്പം അത് മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എഴുത്തുകാർക്ക് ഈ കാപട്യം ബോധ്യപ്പെട്ടു. ഇപ്പം നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയും, ഇടതുപക്ഷ സഹയാത്രികർ എന്ന് പറയുന്നൊരു വലിയ വിഭാഗം കേരളത്തിലുണ്ട്. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മെമ്പേഴ്സൊന്നുമല്ല. പക്ഷേ ഇടതുപക്ഷത്തിന് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ മനസ്സിൽ സൂക്ഷിച്ച് നടക്കുന്നവരാണ്. എല്ലാ നിയോജകമണ്ഡലത്തിലും 4000-5000 വോട്ട് എനിക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നതാണ്. ആ വോട്ട് സ്ഥിരമായിട്ട് എൻ്റെ നിയോജകമണ്ഡലത്തിന് കിട്ടുന്നത്. ഈ പ്രാവശ്യം അവരെല്ലാം UDF വോട്ട് ചെയ്യാൻ പോകണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കാപട്യം അവർ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ സച്ചിദാനന്ദ സാറൊക്കെ എത്ര കാര്യത്തിൽ റിയാക്ട് ചെയ്യേണ്ടി വന്നു ഇവരോട്. പിന്നെ ഇപ്പോൾ ഈ അതീവ ദാരിദ്ര്യമുക്ത സംസ്ഥാനം ആണ് പ്രഖ്യാപിച്ച സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ പ്ലാനിങ് എക്സ്പേർട്സ് ഡോക്ടർ RVG മേനോൻ ഡോക്ടർ RVG മേനോനൊക്കെ ഒരു കാലത്ത് ഒരു ലെഫ്റ്റിൻ്റെ ഫെല്ലോ ട്രാവലേഴ്സാണ്. അതിൽ ഒപ്പുവെച്ചേക്കുന്ന ഒരു 15 പേര് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അവരെല്ലാം ലെഫ്റ്റായിരുന്നു ഒരു കാലത്ത്. ഞങ്ങൾ വലതന്മാരെന്ന് പറഞ്ഞാൽ സമ്മതിക്കാത്ത ആളാണ്. ഞാൻ നെഹ്റുവിയൻ ലെഫ്റ്റ് ആയിട്ടുള്ള ആളാണ്, ഞാൻ റൈറ്റ് ഒന്നുമല്ല. ഞാനിപ്പോൾ പറയണത് ഞങ്ങൾ നെഹ്റുവിയൻ ലെഫ്റ്റാണ്. എക്സ്ട്രീം റൈറ്റാണ് പിണറായി വിജയൻ. എക്സ്ട്രീം റൈറ്റ് എക്സ്ട്രീം ടു ദ കോർ. അദ്ദേഹത്തിൻ്റെ എല്ലാ തോട്ട് പ്രോസസ്സും മോഡിയായിട്ട് വലിയ വ്യത്യാസമില്ല. മോഡി സമ്മതിക്കും BJP അവർ റൈറ്റ് പാത്തിലാണ്, ഇവർ സമ്മതിക്കില്ല. ലെഫ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യണ കാര്യം മുഴുവൻ റൈറ്റ് എക്സ്ട്രീമാണ്. അപ്പോൾ അത് കേരളത്തിലെ എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകർ അത് ബോധ്യപ്പെട്ട് നല്ലൊരു വിഭാഗം ഞങ്ങൾക്ക് വോട്ട് ചെയ്യുകയും ചെയ്യും, ഞങ്ങളുടെ കൂടെ നിൽക്കും. ഞാൻ ഒരു കാര്യം അങ്ങക്ക് വാക്ക് തരുന്നു, അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഒപ്പിട്ടൊരു പ്രസ്താവന കൊടുക്കുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ UDF-നും കോൺഗ്രസിനും പിന്തുണ കൊടുക്കാത്ത LDF-ന് പിന്തുണ കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു നമ്പർ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നവരുടെ കൂട്ടത്തിലുണ്ടാവും. അതെൻ്റെ EK സന്തോഷ് കുമാറിനെ പോലത്തെ ആളുകളൊക്കെ നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് നോട്ട് ചെയ്താൽ മതി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇത്ര സജീവമാക്കി നിർത്തിയത് ശ്രീ സതീശനാണെന്ന് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം കരുതുന്നു. ഒരു വിഭാഗം ചെറുപ്പക്കാർ അതിൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നത് താങ്കളോട് കുറച്ച് അകൽച്ച കാണിച്ചിട്ടും ഉണ്ടാവണം. ഇപ്പോഴത്തെ ഈ ലേറ്റസ്റ്റ് സിറ്റുവേഷനിലെ മുമ്പത്തെ കാര്യം പറയാം. ഇക്കാര്യത്തിൽ ഒരു കുറച്ച് ഇമോഷണലായി പോയോ? ഒരു സുഹൃത്തിൻ്റെ മകളായതുകൊണ്ട് ഞാൻ ഉണ്ടായ എന്നുവെച്ചാൽ ഒരു കൂടുതൽ നമ്മളതിലേക്ക് അങ്ങോട്ട് ഇൻവോൾവ് ആയതുകൊണ്ടാണോ അതോ നമ്മുടെ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണോ? എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പറ്റില്ല. ഈ ചോദ്യത്തിന് ഐ ഹാവ് നോ കമൻസ്. ഇതെല്ലാം നമ്മുടെ ബോധ്യങ്ങളിൽ നിന്നാണ് നിലപാടുകൾ എടുക്കുന്നത്. ബോധ്യങ്ങളിൽ നിന്ന്, നമ്മുടെ കൺവിക്ഷനാണ്. അത് എൻ്റെ മാത്രമല്ല, നേതൃത്വത്തിൻ്റെ കൂട്ടായ തീരുമാനമാണത്, കൺവിക്ഷനാണത്. അത് ആൾക്കൂട്ടം പറഞ്ഞാൽ മാറില്ല. കേരളം മുഴുവൻ എരമ്പി വന്നാലും, ഞാൻ പറഞ്ഞു അറബിക്കടൽ പോലെ എരമ്പി വന്നാലും ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനത്തിൽ മാറില്ല. അത് നിലപാടാണ്. അത് കുറേ കഴിയുമ്പോൾ ആൾക്കൂട്ടത്തിന് ബോധ്യം വരും. നിലപാടുകളിൽ മാറ്റം വരാൻ പാടില്ല. നമ്മൾ ചെയ്ത് തെറ്റാണ് എന്ന് നമുക്ക് ഏത് സമയത്ത് ബോധ്യം വരുന്നോ അപ്പോൾ കറക്റ്റ് ചെയ്തേക്കണം, പറഞ്ഞേക്കണം. തെറ്റ് പറ്റി, തെറ്റായ തീരുമാനം എന്ന് പറയണം. പിന്നെ രാഷ്ട്രീയത്തിൽ ഇമോഷണൽ എന്ന് പറയുന്ന കാര്യത്തിന് ഒരു അർത്ഥമില്ല. ഞാൻ ബിസിനസ്സുകാരുടെ മീറ്റിങ്ങിൽ പോയി സംസാരിക്കുന്ന ഒരാളാണ്. എല്ലായിടത്തും പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ പറയും ബിസിനസ്സും രാഷ്ട്രീയം ഒരേപോലെ. എന്താ അറിയോ, ബിസിനസ്സിൽ ആർക്കെങ്കിലും ഇമോഷണൽ റിസ്ക് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റില്ലല്ലോ, എടുക്കാൻ പറ്റില്ല. ഇമോഷണൽ റിസ്ക് എടുത്താൽ പൊളിഞ്ഞു പോകും. പക്ഷെ ബിസിനസ്സിൽ റിസ്ക് എടുക്കണ്ടേ? എടുക്കണം. അതെന്ത് റിസ്ക്കാണ്? കാൽക്കുലേറ്റഡ് റിസ്ക്കാണ്. രാഷ്ട്രീയത്തിലും ഇമോഷണൽ റിസ്ക് ഒക്കെ എടുത്താൽ പാളിപ്പോവും. ആവശ്യമില്ലാത്ത തീരുമാനം അതല്ല.
ബോധ്യത. കാൽക്കുലേറ്റഡ് റിസ്കേ രാഷ്ട്രീയത്തിൽ എടുക്കുകയുള്ളൂ, അതേ ഞാനും ചെയ്യുള്ളൂ. തൻ്റെ കഴിവുകളിൽ നല്ല ആത്മവിശ്വാസമുള്ള ആളാണ്. ഇപ്പോൾ ഈ സംസാരത്തിലും മറുപടിയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, വളരെ ആത്മവിശ്വാസമുള്ള ആളാണ്. സതീശൻ തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട്, ശ്രീനാരായണ ഗുരു പറഞ്ഞതായിട്ട് ആത്മവിശ്വാസത്തിനും അഹങ്കാരത്തിനും ഇടയിൽ ഒരു നേർത്ത വരയേ ഉള്ളൂന്ന്. അപ്പോൾ ഈ വര സതീശൻ്റെ കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് വല്ലാതെ മാഞ്ഞു പോകുന്നതായി തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവം ഓരോ രീതിയിലാണ്, പല രീതിയിലാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരാളുമായിട്ട് എന്നെ ഒരു കാരണവശാലും താരതമ്യം ചെയ്യാൻ പാടില്ല. സാറ് എന്ത് കാര്യം പറഞ്ഞാലും ചൂടാവില്ല, എന്ത് കാര്യം പറഞ്ഞാലും ദേഷ്യം വരില്ല, എന്ത് കാര്യം പറഞ്ഞാലും ദേഷ്യം വരില്ല. ഇനി അദ്ദേഹം ഒരു 2 പേരെ വിളിച്ച് 2 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നു. ഒരാൾ നന്നായി ആ കാര്യം ചെയ്തിട്ട് വരുന്നു, അപ്പോൾ ആ എന്ന് പറയും. മറ്റേ ആൾ ഇതൊന്നും ചെയ്യാതെ തിരിച്ചു വരുന്നു, അയാളോട് ആ എന്ന് പറയും. ഞാനത് പറയില്ല, ഞാൻ ചെയ്ത ആളെ ചേർത്ത് നിർത്തും, എന്നിട്ട് നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറയും. അത് അയാൾ അടുത്ത കാര്യം അതിനേക്കാൾ നന്നായി ചെയ്യും. മറ്റവനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറയണില്ല. അല്ല, ഇത് സത്യമായിട്ടല്ല, ഞാൻ സത്യം പറയാണ്, ഞാൻ നുണ പറയില്ല, ഞാൻ സത്യമായിട്ടും ഞാൻ പറയും. ഇപ്പോൾ ഒരാളോട് നമ്മൾ 5 ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട ഒരു കാര്യം അസൈൻമെൻറ്റാണ്. എനിക്ക് മുകളിൽ നിന്ന് അസൈൻമെൻറ്റ് വരും, ഞാൻ താഴേക്ക് 5 ദിവസത്തിനുള്ളിൽ ഒരു കാര്യം ചെയ്ത് തരണം എന്ന് പറയും. ഇയാൾ 5 ദിവസം ടൂറ് പോയി, 5 ദിവസം കഴിയുമ്പോൾ വരും, ഞാൻ എന്ത് പറയണം? ഇപ്പോൾ ജേക്കബ് മാത്യു സാറ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇത്രയും വലിയൊരു സ്ഥാപനത്തിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന ഒരാളാണ്. അവിടുത്തെ മനോരമയിൽ ഒരു മാനേജർ എടുത്ത് 3 ദിവസം കൊണ്ട് നമുക്ക് ഈ കാര്യം ചെയ്തു തീർക്കണമെന്ന് പറയും. അയാൾ മറ്റേ മലേഷ്യക്ക് പോയി 3 ദിവസം. 3 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന ജേക്കബ് മാത്യു സാർ എന്ത് പറയും? സാറ് ചിരിച്ചുകൊണ്ട് പറയും, എന്നെപ്പോലെ ദേഷ്യപ്പെടില്ല, വീട്ടിലേക്ക് പോയിക്കോളാൻ പറയും. ഞാൻ ചിരിക്കാതെ ദേഷ്യപ്പെട്ട് പറയും, കാരണം എനിക്ക് ഇവനെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല. അപ്പോൾ 2 പ്രാവശ്യം ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ ആൾ നേരെയാവും. അതിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ എനിക്ക് ദേഷ്യപ്പെടേണ്ടി വരാറില്ല. സഹപ്രവർത്തകരോടും നമ്മുടെ പ്രവർത്തകരോടും നോക്കിയാൽ അവർക്കറിയാം എൻ്റെ കാര്യമൊന്നും, അവർക്കത് മനസ്സ് കണ്ടിട്ട് അവർ ചെയ്യും. ഈ സ്വഭാവത്തിൽ നല്ല ഞാൻ ഉമ്മൻചാണ്ടിയായിട്ട്, രമേശ് ചെന്നിത്തലയായിട്ട്, ശ്രീ എ കെ ആന്റണിയായിട്ട് ഒക്കെ എനിക്ക് വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസം. അവരൊക്കെ വലിയ മനുഷ്യരാണ്, വലിയ വിശാലമായ അർത്ഥത്തിൽ ഉള്ള ആളുകളാണ്. ഞാൻ ആ ഒരു ലെവലുള്ള ഒരാളല്ല. ഞാനിത് എന്നോട് ഇത് ഈ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഏറ്റവും വലിയ ക്രിമിനലിനെ വേണമെങ്കിൽ വൈറ്റ് വാഷ് ചെയ്തെടുക്കുക, ഏറ്റവും ക്രിമിനലിനെ വൈറ്റ് വാഷ് ചെയ്തെടുക്കുക. അതൊക്കെയാണ് ട്രംപൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എലോൺ മസ്കിനെയൊക്കെ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഏറ്റവും തെറ്റായ കാര്യത്തെ ശരിയാണെന്ന് സ്ഥാപിച്ചെടുക്കുക. ഇനി സത്യം പറയുന്ന ഒരുത്തരെ ചെളിവാരി എറിഞ്ഞ് അവനെ നശിപ്പിച്ച് അവന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലും സോഷ്യൽ മീഡിയയിലാക്കുക. അപ്പോൾ ഞാൻ ഭയങ്കര അഹങ്കാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നറേറ്റീവ് വന്നു. വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ അഴിമതിക്കാരനാണെന്നോ കള്ളനാണെന്നോ കൊള്ളക്കാരനാണെന്നോ നോണേനാണെന്നോ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടിയാണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ള പുസ്തകം എഴുതിയ PK ബാലകൃഷ്ണനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അദ്ദേഹത്തിൻ്റെ ശ്രീനാരായണ ഗുരുവിന് ഒരു പുസ്തകമുണ്ട്, അതിൽ ഗുരുദേവൻ പറഞ്ഞ എൻ്റെ രക്ഷയ്ക്കായിട്ട് ഞാനത് വായിച്ചപ്പോൾ കണ്ടത്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, അഹങ്കാരം നല്ലതല്ല, അത് ദോഷമാണ്. ആത്മവിശ്വാസം നല്ലതാണ്, അത് ഗുണമാണ്. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, ആത്മവിശ്വാസത്തിനും അഹങ്കാരത്തിനും ഇടയിൽ നേരത്തെ ഒരു അതിർവരമ്പ് മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടാവും. അതല്ല, അതിൽ ചിലത് ഇപ്പം പറഞ്ഞത് വളരെ ലോജിക്കലായിട്ടുണ്ട്. അതായത് ചില സന്ദർഭങ്ങളിൽ ഇതിങ്ങനെ വേണോ, ഒരു താങ്കളെപ്പോലെ പക്വമതിയായ ഒരു ലീഡർ ഇങ്ങനെ പെരുമാറണമെന്ന് തോന്നുന്ന ഒരു ഇൻസ്റ്റൻസ് കൂടെ ഞാൻ പറയാം, ഒരു ഇൻസ്റ്റൻസ് ചൂണ്ടിക്കാണിക്കുക. അതായത് കോട്ടയത്തെ പിന്നെ പുതുപ്പള്ളി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പത്രസമ്മേളനം നടത്തുമ്പോൾ ആര് സംസാരിക്കണം എന്നുള്ളതിലൊരു തർക്കം നിങ്ങൾക്കിടയിൽ ഉണ്ടായി തോന്നുന്നു. അപ്പോൾ KPCC പ്രസിഡന്റ് ഇരിക്കുന്നു, ശ്രീ സതീശൻ ഇരിക്കുന്നു. അപ്പം അതിലൊടുവിൽ സതീശൻ ഈ മൈക്ക് മൊത്തത്തിൽ അങ്ങനെ അങ്ങോട്ട് നീക്കി വെക്കുന്ന ഒരു സീനുണ്ട്. ആ സീൻ ഒരുപക്ഷെ ആളുകളുടെ മനസ്സിൽ ചില വിഷ്വൽസ് ദീർഘകാലം നിലനിൽക്കുമല്ലോ, അതുപോലെ അതിനുശേഷം തന്നെ മറ്റൊരു ചോദ്യം ഉണ്ടായപ്പോൾ അത് ആ KPCC പ്രസിഡന്റ് അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ കൊള്ളാം എന്നുള്ള മട്ടിൽ ഇങ്ങനെ നോക്കുകയും അത് അവിടെ മറുപടി പറഞ്ഞാൽ മതി എന്ന് പറയുകയും ചെയ്തു. മറ്റൊരു ഘട്ടത്തിൽ പിന്നെ ശ്രീ KC വേണുഗോപാലിനെ കുറിച്ചൊരു ചോദ്യം, അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമാവുകയോ ആണോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ റെഡ് അലർട്ടാണല്ലേ എന്ന മട്ടിലൊരു മറുപടിയും പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ മറ്റേതൊരു ദീർഘകാലമായ ഈ 2 കാര്യം പറഞ്ഞതുകൊണ്ട് എനിക്ക് വിശദീകരിക്കണമല്ലോ. മുഴുവൻ മീഡിയയുടെ മുമ്പിൽ വെച്ചിട്ടാണ് കോട്ടയത്ത് ഈ പുതുപ്പള്ളിയിലെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള സംഭവം നടന്നത്. സുധാകരേട്ടൻ ആദ്യം പത്രസമ്മേളനം നടത്താൻ പോയപ്പോൾ ഞാൻ പറയും പറ്റില്ല, നമുക്ക് ഒരുമിച്ച് നടത്തണം, നമ്മൾ ഒരുമിച്ചിരിക്കണമെന്ന് പറഞ്ഞു. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടി ഒരുമിച്ച് പത്രസമ്മേളനം നടത്താൻ പോയാൽ ആദ്യം പറയേണ്ട ആൾ KPCC പ്രസിഡന്റാണ്, ഒരു സംശയമില്ല.
ഇത് അന്നത്തെ ഈ സംഭവമൊക്കെ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല. ഇത് കാരണം ഞാൻ ചെന്നിരുന്നെടുത്തായിരുന്നു മൈക്കിരുന്നിരുന്നത്. അപ്പോൾ ഞാൻ തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ മൈക്ക് അപ്പുറത്തേക്ക് നീക്കി വെച്ചു. അപ്പം ഞാൻ ഭയങ്കര ടെൻഷനിലാണ്. എനിക്ക് സംസാരിക്കാനുള്ള ഇലക്ഷൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. അദ്ദേഹം ജനറലായിട്ടുള്ള കാര്യം പറയില്ല. ഇലക്ഷൻ അവിടെ നടത്തിയത് ഞാനാണ്. എൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി ഞാൻ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിനോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാനെങ്ങനെ മറുപടി പറയണം? അദ്ദേഹത്തിനോട് സ്പെസിഫിക് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. ഞാനിത് നീക്കി വയ്ക്കാൻ കാര്യം, അദ്ദേഹം ഇപ്പുറത്താണ് വന്നിരുന്നത്. അദ്ദേഹം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ നീക്കി വെച്ചത്. ഇത് 16 ദിവസം ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തില്ല. 17ാമത്തെ ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ ഇത് എനിക്കെതിരായിട്ടുള്ളൊരു സാധനമായിട്ട് വരുന്നു. ഇത്രയും വിഷ്വൽ മീഡിയ എല്ലാവരും നിൽക്കുമ്പോൾ ഒരാൾ പോലും ഇതിലൊരു അഭിജ്ഞ കണ്ടില്ല. അപ്പോൾ പുതുപ്പള്ളി ഇലക്ഷൻ ജയിച്ചതിൻ്റെ ഭയങ്കര ഗ്രേസിൽ നിൽക്കണ സമയത്ത് ഒരു പാരയായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന സാധനം പിന്നെ മീഡിയ ഏറ്റെടുത്ത്, പിന്നെ കുറേ ആളുകളുണ്ടാവുമല്ലോ, അവർ ഏറ്റെടുത്ത് സതീശൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടോ? എൻ്റെ നാവിൽ നിന്ന് വേണ്ടാത്ത ഒരു വാക്കും പറഞ്ഞിട്ടില്ല. അപ്പം നാവിൽ നിന്നും മാത്രം പറഞ്ഞാൽ പോരല്ല, എൻ്റെ ബോഡി ലാംഗ്വേജ് ഞാൻ ഇതിൻ്റെ ഈ കണക്ക് കിട്ടാൻ, കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇലക്ഷൻ പാഷനേറ്റ് ആയ ഒരാൾ ഒരു മാസം രാത്രിയും പകലും ഇല്ലാതെ അവിടെ താമസിച്ച് ഇലക്ഷൻ്റെ റിസൾട്ട് വന്നിട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം അറിഞ്ഞു. പക്ഷെ എനിക്ക് ഡീറ്റെയിൽസ് അറിയണം. എനിക്ക് ചില പഞ്ചായത്തുകളിലൊക്കെ ചില വാശിയൊക്കെ വരും. ചില പഞ്ചായത്ത് ഉമ്മൻചാണ്ടി ഒരു 2500 വോട്ടിന് പുറകിൽ പോയൊരു വാശിക്ക് ഞാനൊരു പ്രധാനപ്പെട്ട ഒരാളായിട്ട് ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഞങ്ങൾ ലീഡ് നേടുമെന്ന്. അപ്പോൾ അതൊക്കെ എനിക്ക് ടെൻഷൻ ഭാഗങ്ങളാണ്. ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ കൂടി ഇറങ്ങി. അതാണ് പിന്നെ ഈ മീഡിയയുടെ ഒരു കുഴപ്പം, ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ ഒരു കുഴപ്പം. പണ്ട് നമ്മൾ പ്രിൻ്റ് മീഡിയ ഉള്ള കാലം പോലെയല്ല. ഇവർ ചില ചോദ്യങ്ങൾ ചില ടീപ്പ്, ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു, മീറ്റ് ദ പ്രസ്, കോട്ടയത്തെ പ്രസ് ക്ലബിനെ ക്ഷണിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഇപ്പോൾ CPM-ൻ്റെ മാധ്യമങ്ങളുണ്ട്, കൈരളിയിലെയും ദേശാഭിമാനിയിലെയും ഒരു 5 പേര് 6 പേര് വന്നേക്കുവാണ്. എന്നിട്ട് അവർ തുടരെ അവർ ചോദ്യം ചോദിക്കുക, ഒരേ ചോദ്യം. എന്നിട്ട് അവർ ഈ ചായക്കടയിൽ ചർച്ച നടക്കണ പോലെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർ മറുപടി പറയുക, മാധ്യമപ്രവർത്തകർ മറുപടി പറയുക, നമ്മുടെ കാര്യത്തിന് ന്യായീകരണം പറയുക. എന്നിട്ട് ബാക്കിയുള്ള മാധ്യമങ്ങൾ പാവങ്ങൾ വന്നിരിക്കുകയാണ്, അവരോടൊരു ചോദ്യം പോലും ചോദിക്കാൻ സമയം. അപ്പം ഞാൻ ചോദിച്ചു, പിണറായി വിജയനെ പോലെ ഞാനാണോ? 50 മിനിറ്റ് അദ്ദേഹം പത്രസമ്മേളനം നടത്തും, അല്ല അദ്ദേഹം വായിക്കും, മുഴുവൻ വായിക്കും. എന്നിട്ട് 4 ചോദ്യം, ആകെ 4 ചോദ്യമാണ് അനുഭവിക്കണം. അതിൽ 3 ചോദ്യം പുള്ളി നേരത്തെ തന്നെ അറേഞ്ചറായിട്ടുള്ള ആളുകൾ ചോദിക്കും, മുമ്പിൽ വന്നിരിക്കുന്നവർ. ഒരു ചോദ്യം പുള്ളിക്ക് അനിഷ്ടകരമായ ചോദ്യമാണെങ്കിൽ പറയും, അപ്പോൾ സമയമായി, മണി 7ആയി, ഇനി പിന്നെ കാണാം എന്ന് പറയണേ. ഞാൻ അങ്ങനെ പോകുന്ന ഒരാളല്ല. ഇവർ ഒരേ ചോദ്യം, രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിച്ചു. വഴിയിലാണ് നിൽക്കുന്നത്, വഴിയിൽ മഴക്കാറുള്ള സമയമാണ്. ഒരേ ചോദ്യം ഞാൻ പറയില്ല. രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക്, സംഘടനാ കാര്യങ്ങൾക്ക് KPC പ്രസിഡന്റ് പറയില്ല. ചോദിച്ചു ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്, KC വേണുഗോപാൽ കേരളത്തിൽ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല. നല്ല റെഡ് അലേർട്ടാണ് ഇന്ന് ഈ ജില്ലയിൽ, മലപ്പുറത്തും കണ്ട നല്ല റെഡ് അലേർട്ടാണ് ഈ ജില്ലയിൽ, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അതായത് രാഷ്ട്രീയ സംഘടനാ ചോദ്യങ്ങൾ അന്ന് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചു. ചില ദിവസം നമ്മൾ മിണ്ടണ്ടെന്ന് വിചാരിക്കും ചില കാര്യങ്ങൾ, അല്ലേ? അത് പൊളിറ്റിക്സ് അല്ലേ, നമുക്കൊരു പൊളിറ്റിക്സ് അല്ലേ, വേണ്ടാന്ന് തീരുമാനിക്കും. ചില സമയത്ത് നമ്മൾ പോകണം തീരുമാനിക്കും. അപ്പോൾ ഇവർ വന്നിട്ട് ഒരു ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളില്ല, ഞങ്ങളതിനെക്കുറിച്ച് കമൻറ്റ് പറയുന്നില്ല എന്ന് പറയും. രണ്ടാമത് അതേ ചോദ്യം ചോദിക്കുക, അപ്പോഴും നമ്മൾ പറയുന്നു കുറച്ചുകൂടി പ്ലീസ് നമ്മൾ പറയും. മൂന്നാമതും 4-മതും 5-മതും ഒരേ ചോദ്യം ചോദിക്കണം. എന്തിനാ അറിയാം, ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ് എന്ന് വിചാരിച്ചിട്ട് എന്നെ പ്രൊവോക്ക് ചെയ്ത് എന്നയിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് അത് വാർത്തയാക്കിയിട്ട് VD സതീശൻ പത്രക്കാരെ ഇറക്കി വിട്ട്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ പറയാറുള്ളത് ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അണറ്റിക്കൽ ടു ദ കോർ ആയിട്ട് മാറുന്നുണ്ട് ചില ഘട്ടത്തിൽ. ഞാൻ നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ട്, മനഃപൂർവ്വം വന്ന് ഒരു രാഷ്ട്രീയ സംവാദത്തിൽ വന്ന് ഇരിക്കുന്നത് പോലെ വന്ന് ഒരാൾ ഗസ്റ്റായിട്ട് വരുമ്പോൾ ഒരാളോട് ചോദിക്കുന്നതിൻ്റെ അകത്ത് ഒരു ഇത് വേണം, വേറെ ആരെയും കൊണ്ട് ചോദിപ്പിക്കാതെ. ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് വിഷ്വൽ അങ്ങേക്ക് അയച്ചു തരാം. ഇത് ഞാൻ പറഞ്ഞത് മുഴുവൻ ചിലപ്പോൾ കാണണം. ചിലപ്പോൾ ചിലർ വന്ന് സോറി എന്നോട്, ചില പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾ എവിടെയാണ്, ആലപ്പുഴയിൽ ഞാനൊരു പത്രസമ്മേളനം ഇതുപോലെ പ്രസ് ക്ലബ്ബിൽ ചെന്ന് അവസാനം പ്രസ് ക്ലബിൻ്റെ ഭാരവാഹികൾ എന്നോട് സോറി പറഞ്ഞു, സാറേ വേറെ ഒന്നും വിചാരിക്കരുന്നു,
സമയം ഒരു ചോദ്യം കൂടെ, ഒരു അവസാനത്തെ ചോദ്യം. അതായത് ശ്രീ വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ, ഈ 3 പേരും കേരളത്തിലെ കോൺഗ്രസിനെ അടുത്ത കോൺഗ്രസ് അനുഭാവികളുടെയും കോൺഗ്രസ് നിങ്ങളുടെ പാർട്ടി കാഡറിൻ്റെയും ആഗ്രഹം ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അവരാഗ്രഹിക്കുന്നത് നിങ്ങൾ 3 പേരും കൂടെ വളരെ ഒറ്റക്കെട്ടായി നിന്ന് ഈ പാർട്ടിയെ 2026 ഇലക്ഷനിൽ ജയിപ്പിച്ച് കേരളത്തിൽ അധികാരത്തിൽ വരണം എന്നാണ്. പക്ഷേ ഇതിൽ സതീശൻ പറയാറുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ട് മത്സരിക്കുന്ന രീതി ഞങ്ങൾക്കില്ല, അത് പിന്നീട് തീരുമാനിക്കുന്നതാണെന്നും പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കിടയിൽ ഇത്തരം ചില ഭിന്ന താല്പര്യങ്ങളുടെ ഒരു സംഘർഷം ഉണ്ടാവുന്നു. അത് സാധാരണ ആളുകളുടെ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഏകാഗ്രതയെ കാര്യമായി ബാധിക്കുന്നു എന്ന് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ചർച്ചയുണ്ട്. അതേക്കുറിച്ച് ഇതൊരു രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ്. കോൺഗ്രസ്സിൽ കഴിഞ്ഞ ഒരു 50 കൊല്ലമായിട്ട് ഗ്രൂപ്പുണ്ട്. PT ചാക്കോ സാറിൻ്റെയും R ശങ്കറിൻ്റെയും നേതൃത്വത്തിൽ ഗ്രൂപ്പുണ്ട്. കരുണാകരൻ്റെയും AK ആന്റണിയുടെയും നേതൃത്വത്തിൽ ഗ്രൂപ്പുണ്ട്, ഇല്ലേ? ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയൊക്കെ ഗ്രൂപ്പുണ്ട്. കേരളത്തിൽ ഗ്രൂപ്പില്ലാത്ത ആദ്യത്തെ CLP ലീഡർ, പ്രതിപക്ഷ നേതാവ് ഞാനാണ്. കോൺഗ്രസിൽ സ്വന്തമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഞങ്ങൾ തമ്മിൽ എന്തു വഴക്കാണെന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ്, ഏതെങ്കിലും സംഭവം ഞങ്ങൾ തമ്മിൽ പിണക്കമുള്ള കാര്യം പറയാൻ പറ്റും. ഞങ്ങൾ ചിലപ്പോൾ ഇരുന്ന് ചിരിക്കും ചില സമയത്ത്. ഞാനൊരു ദിവസം ഞാനും സുധാകരേട്ടനും തമ്മിൽ, അദ്ദേഹം പ്രസിഡൻ്റായിരിക്കും, KPC ഓഫീസിലേക്ക് ഞങ്ങൾ 5 മണിക്കൂറായിട്ട് ഒരു വിഷയം തീർത്തുകൊണ്ടിരിക്കുക, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നു. അപ്പോൾ ഒരു ചാനലിൽ ഞാൻ പറയുന്നില്ല, സുധാകരനും സതീശനും തമ്മിൽ സംസാരിച്ചിട്ട് 2 മാസമായി. അപ്പം ഞാനിത് കണ്ട് പുള്ളി പൊട്ടിച്ചിരിക്കുകയാണ്. ഇത് വെറും വാർത്തയാണ്. ഞങ്ങൾ എല്ലാ ദിവസവും, ഞാൻ ഇന്നിപ്പോൾ പറയാം, ഞാൻ എൻ്റെ ഫോൺ കാണിച്ചു തരാം. ഇന്നലെ രാത്രി രമേശ് ചെന്നിത്തലയായിട്ട് ഞാൻ 4 പ്രാവശ്യം സംസാരിച്ചു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു. അദ്ദേഹം ഇന്ന് വെളുപ്പിനെ പോരേണ്ടതുകൊണ്ട് അദ്ദേഹം നേരത്തെ കിടന്നു. എന്നിട്ട് വേറെ ഫോണിൽ വിളിച്ചു. അദ്ദേഹം ഫോൺ ഓൺ ചെയ്ത് എന്നെ രാത്രി 11:30ക്കും 12 മണിക്കും വിളിച്ചു. ഇന്ന് രാവിലെ അദ്ദേഹം 5 മണിക്ക് ട്രെയിനിൽ കയറിയതാണ് അവിടെ. 6:30ക്ക് അദ്ദേഹം എന്നെ വിളിച്ചു. ഇവിടെ വന്നതിന് ശേഷം വിളിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ സതീശൻ്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, രമേശ് ചെന്നിത്തലയോട് ചോദിച്ചാൽ അദ്ദേഹം എൻ്റെ അടുത്ത 3 ദിവസത്തെ പരിപാടി പറയും. ഞാൻ ഇന്നിപ്പോൾ വൈകുന്നേരത്തെ ട്രെയിനിൽ കണ്ണൂരിലേക്ക് പോകും, മറ്റന്നാൾ കാസർഗോഡാന്ന് പറയും. അദ്ദേഹത്തിൻ്റെ പരിപാടി ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഞങ്ങൾ അതുപോലെ വേണുമായിട്ട്, ഞങ്ങൾ കേസ് വേണുപോലായിട്ട് ഞങ്ങൾ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുണ്ടായിരുന്ന പ്രശ്നം പോലൊന്നും ഒരു പ്രശ്നമില്ല ഞങ്ങൾ തമ്മിൽ. ഞങ്ങളുടെ കുടുംബങ്ങൾ തന്നെ തമ്മിൽ നല്ല ബന്ധം. ഇത് വെറുതെ എല്ലാ കാലത്തും. പണ്ടൊക്കെ എന്തായിരുന്നു ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് എന്തൊരു ബഹളമായിരുന്നു. പൊതുയോഗങ്ങളല്ലായിരുന്നു ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. കേരളത്തിൽ ഞാൻ പറയുന്നു 50 കൊല്ലത്തിനിടയിൽ കഴിഞ്ഞ ഈ 4.5 വർഷക്കാലമാണ് കോൺഗ്രസിലെ ഏറ്റവും ശാന്തമായ 4.5 വർഷക്കാലം. അതിനു മുമ്പ് ആ മനോരമയുടെ പഴയ എഡിഷനൊക്കെ ഒന്ന് എടുത്തു നോക്ക്. ഫ്രണ്ട് പേജിലൊക്കെ എന്തൊക്കെയാണ് വാർത്ത. എല്ലാ ദിവസവും വാർത്ത കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തെ പറ്റിയല്ലായിരുന്നോ? കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്, AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്, പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്. ഇപ്പം അങ്ങനത്തെ വല്ല വാർത്തയുണ്ടോ? ഇപ്പം ഊഹമാണ്, ഊഹം. സതീശനും രമേശനും തമ്മിൽ ഭയങ്കര ഉടക്കായിരിക്കുമല്ലോ. എന്നിട്ട് സങ്കല്പിക്കുകയാണ് വാർത്തകൾ. ഒരു സംഭവമില്ല. പിന്നെ രാഷ്ട്രീയത്തിൽ ആളുകൾ, രാഷ്ട്രീയത്തിൽ മാത്രമല്ലല്ലോ, വ്യക്തികൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല. ആഗ്രഹിക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ? ആഗ്രഹിക്കില്ലെങ്കിൽ വല്ല സന്യാസത്തിന് പോകാൻ പോരെ? ആഗ്രഹങ്ങളൊക്കെ ആളുകൾക്ക് ഉണ്ടാവും. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും. അവരവരുടെ കഴിവിനനുസരിച്ച് എല്ലാവരും ആഗ്രഹിക്കും. നല്ല ആളുകൾ ഒരുപാട് പേര്. കോൺഗ്രസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വലിയൊരു ടീം ഓഫ് ലീഡേഴ്സ് കോൺഗ്രസിലുണ്ട്. ഭയങ്കര ഒരു ടീം ഓഫ് ലീഡേഴ്സ് ഉണ്ട് കോൺഗ്രസ്സിൽ. അതിൽ ഒരുപാട് പേര് ഒരുപാട് നേതൃസ്ഥാനം വഹിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ്, വളരെ കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ. ഇപ്പം എൻ്റെ കൂടെ വളർന്നു വന്നതിൽ വളരെ ഞങ്ങൾ 3-4 പേര് മാത്രമാണ് കയറി പോകുന്നത്. ഞാൻ, വേണു, അങ്ങനെ ഞങ്ങളുടെ ജനറേഷനിൽ വളരെ കുറച്ച് പേര്. ഞങ്ങളുടെ ജനറേഷനിൽ ഞങ്ങളെക്കാൾ മിടുക്കരായിട്ടുള്ള എത്ര പേരുണ്ടായെന്നറിയാം. എനിക്ക് ചിലപ്പോൾ കണ്ണ് നിറയും ചിലരെക്കുറിച്ച്. ഞങ്ങളെക്കാളിലൊക്കെ മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ പറ്റിയില്ല, അവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല, ഒരു സീറ്റ് പോലും മത്സരിക്കാൻ കിട്ടിയില്ല. ഞാനിപ്പോൾ പറഞ്ഞല്ലോ തുടക്കത്തിൽ 25 വർഷമായിട്ട് MLA ആയിട്ടിരിക്കുക. അത് എന്തൊരു ഭാഗ്യവാനാണ് ഞാൻ. അപ്പം എപ്പോഴും മുകളിലേക്ക് മാത്രം നോക്കിയാൽ പോരാ, താഴേക്ക് കൂടി നോക്കണം. ഈ അവസരം പോലും കിട്ടാത്ത എത്രയോ പാവങ്ങൾ, നമ്മളെക്കാൾ കഴിവുള്ള പൊട്ടൻഷ്യലായിട്ടുള്ള എത്രയോ പേര് ഞങ്ങളുടെയൊക്കെ ജനറേഷനിലുണ്ടായിരുന്നു. എനിക്ക് അവരെയൊക്കെ ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ കാണുമ്പോൾ സങ്കടം വരും. കോൺഗ്രസ്സിലൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ആകെയുള്ളൊരു പ്രതീക്ഷ. CPM ഭയങ്കര ഇറക്കി വിടുവാണ് ഇങ്ങനെ. ഞങ്ങൾ എല്ലാ തീരുമാനങ്ങളും ഒരുമിച്ചാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. ആ തീരുമാനങ്ങൾ ഞങ്ങൾ ഒരുമിച്ചാണ് നടപ്പാണ്. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ജില്ലകളൊക്കെ ഞങ്ങൾ ഡിവൈഡ് ചെയ്തെടുത്തിട്ട് ഞങ്ങളെ നോക്കുന്നു. ഞങ്ങൾ രാവിലേക്ക് വിളിച്ചത് അസസ് ചെയ്യും.
നല്ല ടീം തീർച്ചയായിട്ടും ഈ ഐക്യം അവർ ആഗ്രഹിക്കുന്ന ഒരു വിജയത്തിലേക്ക് നയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നന്ദി. തീർച്ചയായിട്ടും താങ്ക് യു.